നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ദുരന്ത മുഖങ്ങളെ അതിജീവിക്കുവാൻ, ദൈവകരുണ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ശുശ്രൂഷ മേഖലകളെയും പ്രത്യേകമായിട്ട് അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ വരാൻ പോകുന്ന ആരാധന മണിക്കൂറിനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധനയിലൂടെ നീളം അച്ഛനിലൂടെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും നിർമ്മാണ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എല്ലാവരിലേക്കും ദൈവിക കൃപ സമൃദ്ധമായി വർഷിക്കുവാൻ ഈ ആരാധനയിലൂടെ കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് ആരാധനയുടെ നിമിഷം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിന്നിടോ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ധ്യാനത്തിൻ്റെ അന്തസ്സത്തെയും അഭിഷേകവും ഒക്കെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് 2004 ഡിസംബർ 7 2:30 മണിക്ക് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി സിൽവർ ഗ്രേ കളറിലെ കൃപാസന അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ അടയാളം കിട്ടാൻ വേണ്ടി ദൈവം നമ്മൾക്ക് ആ ദശവത്സരം 10 വർഷത്തിന് ശേഷം നൽകിയ പൂർത്തിയായപ്പോൾ പ്രത്യക്ഷീകരണത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ 10 വർഷം പൂർത്തിയാകുന്ന സമയത്ത് നൽകിയതാണ് ഉടമ്പടി. ആ ഉടമ്പടിയിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരെ ദൈവം ആരാണെന്നറിയുന്നു, ദൈവം എന്താണെന്നറിയുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ ദുർഘടഘട്ടങ്ങളിൽ ദൈവം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുവെന്നറിയുന്ന, അങ്ങനെ വലിയ സന്തോഷവും ആശ്വാസവും ആവേശവും നൽകുന്നതാണ് ഉടമ്പടി എന്ന സ്വർഗീയമായ പദ്ധതി. അതിൽ പങ്കെടുക്കാൻ വേണ്ടി കർത്താവ് നിങ്ങൾക്ക് ഒരു അവസരം നൽകിയിരിക്കുകയാണ്. ഈ അവസരം ഫലപ്രദമായി ഉപയോഗിക്കുന്നവരുണ്ട്, ഈ അവസരം ഒരു ദൈവവിളി പോലെ സ്വീകരിക്കുന്നവരുണ്ട്, താൽക്കാലികമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി അവസരം എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് കരുതി ആ വഴിക്ക് ചിന്തിക്കുന്നവരുമുണ്ട്. പലതരം മനുഷ്യരാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഉടമ്പടി ധ്യാനത്തിൽ ചില മോഡൽ സാക്ഷ്യങ്ങളെ എടുക്കും. കാര്യം ഉടമ്പടിയിൽ എല്ലാവർക്കും തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീമുള്ള ഒരു മാതൃകാ സാക്ഷ്യങ്ങളെയാണ് വചനവിശ്ലേഷണ പഠനത്തിന് അത് ഉടമ്പടിയുടെ ഒരു സ്റ്റഡി ക്ലാസ്സാണ്. എല്ലാ ചൊവ്വാഴ്ചയും അത് പ്രക്ഷേപണം ചെയ്യും. അതനുസരിച്ച് നിശ്ചിതമായി പഠിച്ച് ജീവിതത്തെ വചനാധിഷ്ഠിതമായി ഒരു മരിയൻ മധ്യസ്ഥതയിൽ മരിയൻ മാതൃകയെ സമീപിക്കുന്ന ആയിരങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുണ്ട്. ചിലർ ഈ കാര്യമാത്ത പ്രസിദ്ധക്കാർ, വയറ്റിപ്പിഴപ്പുകാർ, ചൊവ്വാഴ്ച ധ്യാനം പോലും കൂടാത്തവരുണ്ട്. ഒത്തിരി ഉണ്ടെന്ന് ഞാൻ പറയണില്ല. വയറ്റിപ്പിഴപ്പുകാർ എവിടെ ചെന്നാലും അവർക്ക് തന്നെ അതിൻ്റെ അകത്ത് നിന്ന് മെച്ചം ഉണ്ടാക്കാൻ പറ്റും വിചാരിച്ചിട്ട് അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. വല്ല എളുപ്പമുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥന വല്ലതൊക്കെ അവർ ചെല്ലത്തുള്ളൂ. നിങ്ങളുടെ ഈ നടപടിക്രമവും കാപട്യവും കൊണ്ട് തന്നെ നിങ്ങൾക്ക് വെറുതെ ആലപ്പുഴ വന്ന് പണി മേടിക്കുന്നതെന്നല്ലാതെ ദൈവദുരസ്ഥന് നിങ്ങളുടെ കാപട്യമാണ് നിങ്ങൾ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ തിരിച്ചെന്താ ചെയ്യണത്? ഞാനിതാണ് കാര്യമാത്ത വയറ്റിപ്പിഴപ്പിൻ്റെ ഒരാളാണ് ഞാൻ. എനിക്ക് ദൈവമൊന്നും പ്രശ്നമല്ല. എനിക്ക് ജോലി വേണം, വീട് വേണം, ജപ്തി മാറണം, പെൻഷൻ മാറണം, വേറെ ഒന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. അപ്പോൾ വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല നിലപാടിൽ ഉടമ്പടിയുടെ പല കാര്യങ്ങളും ഉഴപ്പി, പല കാര്യങ്ങളും ഉടമ്പടി പ്രകാരമല്ലാതെ ജീവിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാപട്യം മനസ്സിലാക്കിയാൽ പിന്നെ ദൈവം അടുക്കത്തില്ല. അതാണ് വിഷയം. അത് എപ്പോഴും നമ്മൾ വളരെ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. നമ്മൾ എപ്പോഴും അവർക്ക് തീർത്ഥാടനങ്ങൾ വരുന്നവർ എല്ലായിടത്തും പോകുന്നവരാണ്. എവിടെയെങ്കിലുമൊക്കെ അത്ഭുതപ്പാടുകളുള്ളപ്പോൾ അവിടെയൊക്കെ പോവുകയും പരിശോധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പോലെ കൃപാസനത്തിൽ വന്ന് വീഴരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് സത്യസന്ധമായിട്ട് മനുഷ്യൻ സുവിശേഷം ജീവിക്കാൻ മറിയത്തെ മാതൃകയാക്കി അതിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്വർഗീയ ദൗത്യമായ പ്രത്യക്ഷീകരണത്തോട് സർവ്വമന അർത്ഥവത്തായിട്ട് സഹകരിക്കാൻ മനസ്സുള്ളവർ വന്ന് ദൈവത്തെ കണ്ടുമുട്ടി നേരിട്ട് സംസാരിച്ച് കൈപിടിച്ച് നടക്കുന്ന ഒരു സാക്ഷ്യങ്ങളാണ്
അതുകൊണ്ട് മുന്തിയ നിലവാരമുള്ള ദൈവാനുഭവത്തിന് വേണ്ടി പരിശ്രമിക്കാതെ ചെറുകിട പരിപാടിയും ആക്കിയായിട്ട് ദൈവതിരുസന്നിധിയിൽ നിങ്ങളുടെ ഈ കാപട്യം വീണ്ടും ദൈവതിരുസന്നിധിയിൽ എടുത്ത് ഉയർത്തരുത്. ദയവായിട്ട് വളരെ ശ്രദ്ധയോട് വേണം ഉടമ്പടിയുടെ ഓരോ ധ്യാനം കേൾക്കാനും. ഉടമ്പടി ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് എന്തോ അതിൽ കൂടുതലല്ലാതെ കുറച്ചൊരിക്കലും ചെയ്യരുത്. ഞങ്ങളൊരു സാധാരണ വിശ്വാസിക്ക് എടുത്താൽ പൊങ്ങാവുന്ന ചെറിയ ഭാരങ്ങൾ മാത്രമേ തരത്തുള്ളൂ. അത് ഞങ്ങൾ തരുന്നതല്ല. ഈ ഉടമ്പടി പുസ്തകം വെറും 72 മണിക്കൂർ കൊണ്ടാണ് ഈ വലിയ പുസ്തകം എഴുതിയത്. അപ്പം മനസ്സിലാവും കർത്താവിൻ്റെ അഭിഷേകം എന്തുമാത്രം ആ പുസ്തകത്തിലുണ്ടെന്ന്. അതിൽ അന്ന് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഒരു ഉപവാസമുണ്ട്, ബുധനാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച അരമണിക്കൂർ ഒരു ദിവസം വചനം വായിക്കണം. ചൊവ്വാഴ്ച ഉടമ്പടി അപ്ഡേഷൻസ് ഉണ്ട്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ ജീവിത പ്രശ്നങ്ങളുമായിട്ട് തട്ടിച്ച് വെച്ച് വചനാധിഷ്ഠിതമായ പഠനങ്ങളുണ്ട്. അതുപോലെ നിങ്ങൾ ആതുര സേവനം ചെയ്യണം ആഴ്ചവട്ടങ്ങളിൽ. അതിനേക്കാളുപരി നിങ്ങൾ വിശ്വാസം കൈമാറണം. ഇന്നലെയും 10-80 കൊല്ലമായിട്ട് ദൈവത്തിന് ഒരു പ്രയോജനമില്ലാത്ത ചുമ്മാ പട്ടിക്കാട്ടം പോലെ ജീവിക്കുന്ന മനുഷ്യരൊക്കെ ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തമായി മാറി. വിശ്വാസം കൈമാറി, വിശ്വാസം സാക്ഷീകരിച്ച് ദൈവത്തിന് തന്നെ അവരെ കാണുമ്പോൾ എൻ്റെ ദൈവ പൈതലാണെന്ന് ദൈവത്തിന് തോന്നാൻ തുടങ്ങി. അപ്പം അതുകൊണ്ട് പുതിയൊരു ഫോർമേഷനിലേക്കാണ് നമ്മൾ വരണത്, ഫെയ്ത്ത് ഫോർമേഷനിലേക്കാണ് വരണത്. അപ്പം അതുകൊണ്ട് ഇത് ഉടമ്പടിയിൽ മിനിമം എല്ലാവരും ചെയ്ത് വിജയിച്ച ഒരു ജീവിതചര്യയാണ് ഉടമ്പടി മുന്നോട്ട് വെക്കുന്നത്. അത് സ്വാഭാവികമായി അതിലേക്ക് കൂടുതലല്ലാതെ എൻ്റെ മക്കൾ ഒരിക്കലും കുറച്ച് ചെയ്യരുത്. കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ചെയ്യാനുള്ള ടെൻഡൻസി എല്ലാവർക്കും ഉണ്ട്. ഇപ്പം നമുക്കിങ്ങനെ എൽ ഷേപ്പിൽ ഒരു റോഡ് കിടക്കണമെങ്കിൽ ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഒരു കുരിശ് പോലെ റോഡ് കിടക്കുകയാണ്. ഇപ്പോൾ കിഴക്കുന്ന വരുന്നൊരു മനുഷ്യൻ ഈ കുരിശിൽ പോയിട്ട് പിന്നെ തെക്കോട്ട് പോണ വരം അവർ ഷോർട്ട് കട്ട് എടുക്കും. അപ്പോൾ ഇത്തിരി വഴി നേരത്തെ ഇത്തിരി കഴി ലാഭിക്കും. ഒരു 10 മീറ്റർ, ഒരു 5 മീറ്റർ ലാഭിക്കാൻ വേണ്ടി റോഡ് മാറ്റിയിട്ട് നമ്മൾ പുലിൻ്റെ പുറത്തുകൂടി പോകും. അപ്പോൾ മനുഷ്യൻ്റെ സ്വഭാവം അതാണ്. ഇപ്പോൾ എന്ത് കുറച്ച് ചെയ്യാൻ പറ്റും അതാണ് മനുഷ്യൻ നോക്കണം. ഉടമ്പടി നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാര്യം അത് ദൈവത്തിൻ്റെ ഒരു മനസ്സല്ല. ഇവിടുന്ന് കൽപ്പിച്ചത് എല്ലാം ചെയ്തതിന് ശേഷം, അതായത് നിങ്ങളത് നിങ്ങളുടെ രീതിയിലായിട്ട് കുറക്കരുത്. ആദ്യം ഒരു മനുഷ്യൻ വെട്ടിൽ വീണത് അവിടെയാണ്. ഞങ്ങൾ തരുന്ന ഇപ്പം ഞങ്ങൾ നിങ്ങളുടെ അരമണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞാൽ എൻ്റെ മക്കൾ 31 മിനിറ്റ് എങ്ങനെ വായിച്ചിരിക്കണം. 29 ആക്കരുത്. അത് 29 ആക്കരുത്. 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ്. ചൊവ്വാഴ്ച ധ്യാനം ഒറ്റ സ്ട്രെച്ചിന് കൂടാൻ എല്ലാവർക്കും പറ്റത്തില്ല. കാര്യം അത് പകൽ സമയത്താണ് ധ്യാനം. അപ്പോൾ നമ്മൾ പണിപ്പാട്ടിലും ജോലി സ്ഥലത്തൊക്കെ ഇരിക്കും. അതുകൊണ്ട് സമയം കിട്ടുന്നതനുസരിച്ച് ആ ആഴ്ചക്കുള്ളിൽ ആ ധ്യാനം 10 മിനിറ്റ് കൂടാനാണ് പറഞ്ഞിരിക്കുന്നത്. ആവശ്യമില്ലാത്ത ഭാരം ആർക്കും വെച്ചിട്ടില്ല. ഒരു ആഴ്ചക്കുള്ളിൽ ആ ധ്യാനം മുഴുവനും. അപ്പോൾ ഇന്ന് വരെ അടുപ്പിച്ച് 3-4 ധ്യാനം കൂടാത്ത ആൾക്കാരുണ്ട്. 3-4 ധ്യാനം അടുപ്പിച്ച് കൂടാത്ത ആൾക്കാരുണ്ട്. കാര്യം അത് കൃപ പോയിട്ടാണ്. അവർ കൂടാഞ്ഞിട്ടല്ല, കൂടാനുള്ള കൃപ പോയി. കാര്യം അവർക്ക് പ്രാധാന്യം എന്ന് പറയണത് ഉടമ്പടിയേക്കാൾ പ്രാധാന്യം അവരുടെ വസ്തു വിറ്റ് മാറ്റുക എന്നുള്ളതിനാണ് പ്രാധാന്യം അവർ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു ആദ്യമേ തന്നെ വഴി പിഴക്കാനുള്ള സാധ്യതയുണ്ട്. എന്താ കാര്യത്തിൽ ചിലർക്ക് അവർക്ക് പരിശുദ്ധാത്മാവ് അത്ര കണ്ട് പ്രവർത്തിക്കാത്ത കാരണം പിന്നെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാതിരുന്നാൽ പിന്നെ പ്രവർത്തിക്കണത് ലോകാത്മാവ് ശരിക്കും പ്രവർത്തിക്കും. പിന്നെ അത് ലോകാത്മാവ് പ്രവർത്തിച്ച് കുറേ നാളങ്ങനെ ആ വഴിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ദുരാത്മാവായിട്ട് മാറുകയും പിന്നെ അത് ദുഷ്ടാത്മാവായിട്ട് മാറുകയും ചെയ്യും. ദുരാത്മാവും ദുഷ്ടാത്മാവും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട്. പരിശുദ്ധാത്മാവ്, പിന്നെ ലോകാരൂപി, പിന്നെ ദുരാത്മാവ്, പിന്നെ ദുഷ്ടാത്മാവ്. അപ്പോൾ പലർക്കും ഈ ദുരാത്മാവ് വന്ന് അറിയാൻ പറ്റത്തില്ല. ദുരാത്മാവെന്ന് പറഞ്ഞാൽ ആസക്തിയുടെ ആത്മാവാണ്. ആസക്തിയുടെ ആത്മാവ്, ചില വിഷയത്തോട് വലിയ ആസക്തി.
ഇപ്പം നിങ്ങൾ റീൽസ് കാണുന്നത് അത് കണ്ടുകൊണ്ടേയിരിക്കും, പ്രാർത്ഥിക്കാൻ പോലും അത് ദുരാത്മാവാണ് ശരിക്കും. നമുക്ക് നിസ്സാരമായിട്ട് കോമഡിയെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കും, വാർത്ത കേൾക്കണതാണ്. മലന്ന് കിടന്നുകൊണ്ട് ഇങ്ങനെ വാർത്ത കേൾക്കും, വീട്ടിൽ സതീശൻ എന്ത് പറഞ്ഞ്, അതിന് പകരം പിണറായി തിരിച്ചെന്ത് പറഞ്ഞ്. സാധനം കുറച്ച് കഴിയുമ്പോൾ അത് ദുരാത്മാവായിട്ട് വർക്കൗട്ട് ചെയ്യും. യു ആർ നോട്ട് മെൻറ്റ് ഫോർ ഡു ഇറ്റ്. അതിനൊക്കെ എല്ലാത്തിനും ഒരു റെക്രിയേഷൻ ടൈമുണ്ട്. റെക്രിയേഷൻ, നീ രാഷ്ട്രീയക്കാരനാണെങ്കിൽ നിൻ്റെ തൊഴിലാണത്, അപ്പോൾ നിനക്ക് വ്യത്യാസമുണ്ടാകും. സാധാരണ മനുഷ്യന് ഇത് തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ദുരാത്മാവായിട്ട് മാറും. രാഷ്ട്രീയക്കാർക്ക് അത് വേണം, രാഷ്ട്രീയമായ ഒബ്സർവേഷൻസ് വേണം, എന്താ മൂവ്മെൻറ്റ്സാണ് നടക്കണമെന്ന് അറിയാൻ വേണ്ടി. അത് അവരുടെ തൊഴിലാണ്, ദൗത്യമാണ്. തൊഴിലല്ല, ദൗത്യം. അത് അവരുടെ ദൗത്യവുമായി ബന്ധപ്പെട്ടതാണ്. നിൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് അല്ല ഞാൻ പറയണത്, മറിച്ച് നിൻ്റെ തൊഴിൽ അതല്ല. പക്ഷേ നിൻ്റെ ഒരു റെക്രിയേഷന് വേണ്ടി ആണ് നീ ഇത് ചെയ്യുന്നതെങ്കിൽ, ഒരു റിലീഫിന് വേണ്ടി ചെയ്യണമെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ ദുരാത്മാവായിട്ട് വർക്കൗട്ട് ചെയ്യും. ആ ദുരാത്മാവിൽ നിന്ന് എന്തെങ്കിലും ഒരു സന്ദേശം നീ സ്വീകരിച്ച് ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആത്മീയത നശിക്കുകയാണെങ്കിൽ അത് ദുഷ്ടാത്മാവായിട്ട് മാറും. ദുരാത്മാവ് തന്നെ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ കത്തോലിക്കർക്ക് പ്രത്യേകിച്ച് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണമെന്ന് പറയും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരി. ഇപ്പോൾ എന്തെങ്കിലും എത്ര വിശുദ്ധനായാലും 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്പസാരിക്കുമ്പോൾ നിങ്ങളുടെ കുഴിയാഴ്ചക്ക് ആൾക്കാരുടെ 41 പോയി കുമ്പസാരിക്കണതല്ല. ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ ആ ഉടമ്പടി പാപങ്ങളുണ്ട്, അതാണ് കുമ്പസാരത്തിൽ വരേണ്ടത്. ഉടമ്പടിയുടെ പാപങ്ങളുണ്ട്. കാര്യം ദൈവം നമ്മൾ ബയലാട്രൽ എഗ്രിമെൻറ്റാണ്. ഉഭയകക്ഷിയായിട്ടുള്ള ദൈവം ഒരു കക്ഷിയാണ്, ഇതിൻ്റെ അകത്ത് നമ്മളൊരു കക്ഷിയാണ്. ഒരിക്കലും ഈ കാട്ടൊലിവിൻ്റെ കൂടെ ഒലിവിനെ കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ കരുണയിൽ ദൈവത്തിന് നൽകിയിട്ടുള്ള വാഗ്ദാനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന കൂട്ടിച്ചേർക്കലുകളാണിത്. ഇതിന് മധ്യസ്ഥം നിൽക്കുന്നത് മറിയമാണ്. കാര്യം മറിയത്തെ മധ്യസ്ഥമാക്കുന്നത് എബ്രാഹത്തിൻ്റെയും മോസസിൻ്റെയും ഉടമ്പടിയിലൊക്കെ മധ്യസ്ഥന്മാരില്ലായിരുന്നു. അവിടെ മധ്യസ്ഥന്മാരില്ലാഞ്ഞത് കാരണം അവർക്ക് കറക്റ്റ് ഉപദേശങ്ങൾ കൊടുക്കാനോ നിർദ്ദേശങ്ങൾ കൊടുക്കാനോ ആരുമില്ല, മധ്യസ്ഥനോ. അതിനുവേണ്ടി ദൈവത്തിന് മുമ്പിൽ ഗ്യാരണ്ടി ചെയ്യാൻ ആരുമില്ല, ജാമ്യക്കാരില്ലായിരുന്നു. നമുക്കറിയാം, ബൈബിളിൽ നോക്കുമ്പോൾ എബ്രാഹത്തിൻ്റെ ഉടമ്പടിക്ക് ജാമ്യക്കാരനില്ല, മോസസിനോട് ചെയ്ത ഉടമ്പടിക്കും ജാമ്യക്കാരില്ല. പക്ഷേ നിങ്ങൾ കൃപാസനത്ത് ചെയ്യുന്ന ഉടമ്പടിക്ക് ജാമ്യക്കാരിയുണ്ട്. ആരാണത്? അമ്മയാണ് ജാമ്യം. അപ്പം നിങ്ങളൊക്കെ എന്തെങ്കിലും ഒരു അടവ് തെറ്റിപ്പോയാലും ജാമ്യക്കാരൻ അതിന് സമാധാനം പറയുന്നത് കൊണ്ടാണ് മരിയൻ ഉടമ്പടി എന്ന് തന്നെ വിളിക്കണത്. അപ്പം നമ്മൾ ഓർക്കണത്. കാര്യം ഈശോൻ്റെ അടുത്ത് അമ്മയ്ക്കുള്ളിടത്തോളം സ്വാധീനം ഇനി ആർക്കും ഉണ്ടാകാൻ പറ്റത്തില്ല. കാര്യം ഈശോൻ്റെ അടുത്ത് അമ്മയ്ക്കൊരു സ്വാധീനം ഉണ്ടാകണമെങ്കിൽ ഒന്ന് ഈശോയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത നിക്ഷേപിച്ച മാറ്റിവെച്ച ഒരു ജീവിതമാണ്. ഈശോയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച ജീവിതമാണ്. ഈശോയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം മറിയത്തിൻ്റെ ജീവിതമെന്ന് തീരുമാനിച്ച് മാറ്റിവെച്ചതും ദൈവമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വീട്ടിൽ കിടന്ന് പ്രസവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അതാണ്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലമെന്ന് എപ്പോഴും ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ ചൂണ്ടിക്കാണിക്കണം. നമുക്ക് സ്വന്തമായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഇടമെന്നും പറഞ്ഞൊരു സംഭവമുണ്ട് ഉടമ്പടിയുടെ. അത് എബ്രാഹത്തിനോട് ഉടമ്പടി വാഗ്ദാനം പറയുമ്പോൾ വാഗ്ദാനം ദൈവത്തിൻ്റെതായിട്ടാണ് വരണത്. എബ്രാഹാം ആവശ്യപ്പെടുന്നതല്ല ചെയ്യണത്. അപ്പോൾ വാഗ്ദാനം പ്രാപിക്കുമ്പോൾ വാഗ്ദാനത്തിന് ദൈവത്തിൻ്റെ ഒരു ഓപ്ഷനുണ്ട്. ദൈവമാണിത് ഓപ്റ്റ് ചെയ്യണത്. അതുകൊണ്ട് ദൈവം എബ്രാഹത്തിനോട് പറയും, നീ നിപ്പി നിൻ്റെ വീട്ടിൽ ഈ വിഗ്രഹാരാധനകളുടെയും തോന്നിവാസികളുടെയും ആൾക്കാരുടെ കൂടെ ജീവിച്ചാൽ എൻ്റെ വാഗ്ദാനങ്ങളൊന്നും നിനക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ ഈ നഗരം വിട്ടു പോരണം, അല്ല ഈ ഹാരാൻ നീ വിട്ടു പോരണം. ഞാൻ ചൂണ്ടിക്കാണുന്ന സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറയും. ഒരു ഷിഫ്റ്റിംഗ് എപ്പോഴും ഉടമ്പടി ആവശ്യമായി വരും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഉൽപ്പത്തി 12:1 കർത്താവ് അബ്രാഹത്തിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുജനങ്ങളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. അപ്പൊ ഉടമ്പടിയിൽ ഒരു ഷിഫ്റ്റിംഗ് ഉണ്ട്. എപ്പോഴും ഉടമ്പടിക്ക് മുമ്പ് ഒരു ഷിഫ്റ്റ് ഉണ്ട്. നിനക്കൊരു കൂട്ടുകെട്ടുണ്ടാകും, നീ എപ്പോഴും സംസാരിക്കുന്ന വ്യക്തികളുണ്ടാകും, നിനക്കൊരു കുപ്പിക്കൂട്ടം ഉണ്ടാകും, അല്ലെങ്കിൽ നിനക്ക് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി നീ സെലക്ട് ചെയ്തെടുക്കുന്ന ആൾക്കാരുണ്ടാകും. ഇവരുടെ നടപടിക്രമങ്ങളും ചിന്താരീതികളും സംസാര രീതികളും ചിലപ്പോൾ ഉടമ്പടിക്കെതിരായിരിക്കും. അപ്പോഴെന്താ ചെയ്യണേ? ഇവരിൽ നിന്ന് നമുക്ക് ഷിഫ്റ്റിംഗ് വേണ്ടി വരും. നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ട് വീണ്ടും തിരിച്ചു പോയി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താ? തിരിച്ച് നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ ആരായാലും അവർ ചിലപ്പോൾ ദ്വയാർത്ഥമായിട്ട് വാ പൊളിച്ച തെറി പറയുന്നവരുണ്ടാകും, വാ പൊളിച്ച രണ്ടർത്ഥത്തിൽ പറഞ്ഞ ഊളത്തരം പറഞ്ഞ ആൾക്കാരില്ലേ. എന്നുവെച്ചാൽ വാ പൊളിച്ച് അവർക്ക് അതേ പറ്റത്തുള്ളൂ. എന്താ കാര്യത്തിന് അവരുടെ ഉള്ളിൽ ഈ മ്ലേച്ഛതയുള്ളത് കാരണം വാ പൊളിച്ച ആൾക്കാർ ഈ തെറികൾ പറയും, മ്ലേച്ഛന്മാരാണ്. അപ്പോൾ ഇങ്ങനെ നിൻ്റെ കൂട്ടുകെട്ടിൽ മ്ലേച്ഛന്മാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അവരോട് അടികൂടാനൊന്നും പോകാനല്ല പറയണത്, അവരുടെ നിന്ന് സെറ്റ് എപ്പാർട്ട്, അവിടെ നിന്ന് മാറിപ്പോറും. കാര്യം അത് ഉടമ്പടി വഴികളല്ല. അപ്പോൾ ഉടമ്പടി വഴികളിൽ നിന്ന് ഒരു വേർപാട് എപ്പോഴും ഉണ്ടാവും. നീ ഉടമ്പടി ചെയ്ത വ്യക്തിയാണ് നീ ഇവിടെ. അപ്പം നീ സന്ധ്യക്ക് നിനക്ക് പ്രാർത്ഥനയുണ്ട്, അപ്പോൾ ഇവിടെ ഇരിക്കും ഇത് കൂടി കേൾക്കും, നാളെ നമുക്ക് ഒരുമിച്ച് പണിക്ക് പോകേണ്ടതല്ലേ എന്ന് പറഞ്ഞാലും നീ ആ പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ അവരുടെ ഗുഡ് ബൈ പറയണം. പറയാനുള്ള നട്ടലില്ലാത്തവന്മാർ ഉടമ്പടി എടുക്കരുത്. അതാ വിഷയം. നിങ്ങൾ ദൈവത്തോടല്ല ഉടമ്പടി എടുക്കുന്നത്, നിങ്ങളുടെ വയറിനോടാണ് ഉടമ്പടി എടുക്കുന്നത്. എപ്പോഴും വയറിനേക്കാളും ജോലി എന്ന് പറഞ്ഞാൽ എന്താ? ജോലി, വീട്, വിവാഹം, വിസ, PR എന്നൊക്കെ പറഞ്ഞത് എല്ലാം പറഞ്ഞാൽ ആഹാരമാണ് വിഷയം. ആഹാരം ജീവിതമാണ്. അപ്പോൾ ഈ വയറ് എപ്പോഴും നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഉദരം ദൈവമായിട്ട് മാറും. അങ്ങനെ ഉദരത്തിനൊരു പ്രശ്നമുണ്ട്. അത് ബൈബിൾ എപ്പോഴും പറയും, ഉദരത്തെ ദൈവമാക്കരുതെന്ന് പറയും. ഉദരമാണ് അവരുടെ ദൈവം എന്ന് പറയത്തില്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വായിച്ചോളൂ. നാശമാണ് അവരുടെ ഫിലിപ്പിയ ലേഖനം 3:19 പറഞ്ഞോളൂ. നാശമാണ് അവരുടെ അവസാനം. ഉദരമാണ് അവരുടെ ദൈവം. വേറെ ഒരു ദൈവം എന്നെ കണ്ട വേറെ. അപ്പം വിഗ്രഹ ആരാധന എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്ക് വിഗ്രഹത്തെ വെച്ച് ആരാധിക്കണം അല്ല. സ്വർണത്തെ നമുക്ക് ആരാധിക്കാം. അതുപോലെ തന്നെ ചില ആൾക്കാർ സ്വർണ്ണമില്ല, മാല പണയം വെച്ചതിൻ്റെ പേരിൽ പള്ളിയിൽ പോകാത്തവരില്ലേ. അപ്പോൾ അത് വിഗ്രഹാരാധനയാണ് ശരിക്കും. അവർക്ക് എന്താ കാര്യം? കുർബാനയേക്കാൾ വലുതാണ് കഴുത്തെ കിടക്കണ മാല. അയ്യോ, ഇങ്ങനെ കുറേ പെലിച്ചാഴി പെണ്ണുങ്ങളുണ്ട്, ബോധമില്ലാത്ത വെറും വിവരമില്ലാത്തവർ. ഇവർ ക്രിസ്ത്യൻസായിട്ട് തുടരേണ്ടത് ഒരു ആവശ്യമില്ല. എന്താ കാര്യം? ആവശ്യമില്ല. എന്തിനാണ് ദൈവത്തിന് ബാധ്യത ഉണ്ടാക്കണത്? കാര്യം എന്താ പ്രശ്നം? അവരെ സംബന്ധിച്ചത് അവരുടെ മാല നമ്മൾ ജീവിക്കുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വല്ല അഡ്മിഷൻ മേടിക്കാനൊക്കെ ചിലപ്പോൾ മാല പണയം വെക്കും. അതിൻ്റെ പേര് നാട്ടുകാരൻ വിചാരിക്കും എൻ്റെ കഴുത്തൊഴിഞ്ഞ് കിടക്കണമെന്നും പറഞ്ഞിട്ട് നാട്ടുകാരൻ ഞാൻ പള്ളിയിൽ പോകണില്ലെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ? അതിന് വിഗ്രഹാരാധന എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തേക്കാൾ വലുത് അവർക്ക് സ്വർണവും അവരുടെ എന്നുവെച്ചാൽ അവർ തന്നെയാണെന്ന് അർത്ഥം. അവരെക്കുറിച്ച് മറ്റുള്ളവരെന്ത് ധരിക്കുമെന്നാണ് അവർ വിചാരിക്കണതേ. അപ്പോൾ ആരാണ് ദൈവം? അവരാണ് ദൈവം. അവർ തന്നെയാണ് വിഗ്രഹമായിട്ട് മാറണത്. ഇങ്ങനെ വന്ന ഉടമ്പടിയെ ഇത് ബാധിക്കും. കാര്യം ഇതിൻ്റെ റിപ്പോർട്ട് മുഴുവൻ കർത്താവിൻ്റെ കയ്യിലുണ്ട്. നീ തന്നെയാണ് ദൈവമെന്നും പറഞ്ഞിട്ടുണ്ട് എഴുതുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ ഉടമ്പടി കുമ്പസാരം എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഈ രീതിയിലാണ് വരണത്. കർത്താവ് ചില സമയത്ത് ഞാൻ ദൈവത്തേക്കാൾ പ്രാധാന്യം എനിക്ക് കൊടുക്കുകയും എൻ്റെ മറ്റുള്ളവരുടെ മുമ്പിലുള്ള എൻ്റെ സ്ഥാനത്തിന് കൊടുക്കുകയും മറ്റുള്ളവരെന്ത് വിചാരിച്ചുകൊണ്ട് ഞാൻ നിന്നെ മറന്നു പോകുകയും ചെയ്തിട്ടുണ്ട്. അതിന് നിനക്ക് ഇങ്ങനെ പറയണതല്ല, സങ്കടം തോന്നണം. സങ്കടം തോന്നണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്കറിയാവില്ല, നല്ല ദൈവസ്നേഹം വേണം. ദൈവസ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ സങ്കടം തോന്നത്തുള്ളൂ. സ്നേഹം അതായത് അല്ലെങ്കിൽ സങ്കടമൊന്നും ഉണ്ടാകത്തില്ല.
ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ ഉടമ്പടി ജീവിക്കാൻ അങ്ങയുടെ സ്നേഹത്തിന്റെ ഉടമ്പടിയിൽ ജീവിക്കുവാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിനാൽ ആവശ്യമായ പരിശുദ്ധാത്മാവിന്റെ ബലമായ ദൈവസ്നേഹത്താൽ എന്നെ നിറക്കണമേ. ഉടമ്പടിക്ക് ആവശ്യമായ ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ഗായകസംഘത്തോട് ചേർന്ന് പാടുകയും നമ്മുടെ ഒരു നിസ്സഹായ അവസ്ഥയാണ് കർത്താവിൻ്റെ മുമ്പിൽ വെക്കുന്നത്. കാര്യം ഈ ദൈവസ്നേഹം നമ്മൾക്ക് കർത്താവ് ഈ ധ്യാനത്തിലൂടെ നൽകിയാൽ, ഞാൻ പറയും, നമ്മൾ ഉടമ്പടിയുടെ ഒരു 3/4 പങ്ക് ഓടിത്തീർത്തെന്ന് പറയും. കാരണം ദൈവസ്നേഹമാണ്. സ്നേഹമില്ലാത്തവർക്ക് ഉടമ്പടിയിൽ ജീവിക്കാൻ പറ്റത്തില്ല. ദൈവത്തോട് നല്ല സ്നേഹമില്ലാത്തവർക്ക് ഉടമ്പടി ജീവിക്കാൻ പറ്റത്തില്ല. ഇനി എൻ്റെ മക്കൾ എന്തെങ്കിലും നിങ്ങളുടെ ചിന്താഗതിക്കോ നിങ്ങളുടെ ഒരു സങ്കല്പം ഉണ്ടാവുമല്ലോ എല്ലാ കാര്യത്തെക്കുറിച്ചും, അതിന് ചില സമയത്ത് വിരുദ്ധമായിട്ടൊക്കെ ജീവിതത്തിൽ സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബുദ്ധി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആലോചന വരവില്ലേ? നമ്മൾ വേദപാഠത്തിൽ പഠിക്കില്ല, പരിശുദ്ധാത്മാവ് ദാനങ്ങളിൽ ഒന്നാണ് ആലോചന. ആലോചന എന്ന് പറയുമ്പോൾ ബുദ്ധി എന്ന് തന്നെ അർത്ഥം. ഇതിൻ്റെ അകത്ത് ഒരു ബുദ്ധി വരെ ഇപ്പം നിങ്ങളുടെ ഒരു ആശയത്തിന് ധാരണയ്ക്ക്, ഓക്കെ, ദാറ്റ് ഈസ് കറക്റ്റ്, നിങ്ങളുടെ ഒരു ധാരണയ്ക്ക് എതിരായിട്ടാണ് ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഒരു ഞെരുക്കം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ കയറിപ്പോകാമെന്ന് വിചാരിച്ചു, അതുപോലെ തന്നെ അപ്പം നിങ്ങൾ നെടുമ്പാശ്ശേരി ചെന്നപ്പോൾ പറഞ്ഞു എമിഗ്രേഷൻ ക്ലിയറൻസ് ആയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അവിടെ ഞെട്ടിത്തെറിച്ച് നിലവിളിച്ച് നാണക്കേടായി, ഇനി വീട്ടിൽ വരണമല്ലോ, ആൾക്കാരുടെ മുഖത്തുനിന്ന് ഞാൻ എല്ലാവരുടെയും ഗുഡ് ബൈ പറഞ്ഞ് ഇറങ്ങിയതല്ലേ, ഇനി വീട്ടിൽ വന്ന് എവിടെ നിൽക്കും, ഞാൻ വല്ല ലോഡ്ജിലും കയറി താമസിക്കും, അല്ലെങ്കിൽ ചത്തുകളെന്നൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. ജീവിതത്തിൽ എന്ത് സംഭവിക്കാം? കർത്താവ് ജീവിതത്തെ ജീവിതമായിട്ട് കാണാനാണ് ഈശോ പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കണം. എങ്കിലും നിങ്ങൾ ആത്മഹത്യകളെന്നല്ല പറഞ്ഞത്. യോഹന്നാൻ 16:33 എന്താ പറയണത്? ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കണം. കാരണം ഞാൻ ലോകത്തെ കീഴടക്കി. അപ്പൊ ഈശോ പറഞ്ഞിരിക്കുന്നത് ഈ ഞെരുക്കങ്ങളിലെ വേറെ അവിടെ ഇവിടെ ആൾക്കാരെ ആശ്രയിക്കണം എന്നല്ല പറഞ്ഞത്. ക്രിസ്തുവിൽ തന്നെ നിങ്ങളെ അവലംബം വെക്കണം. മനസ്സിലായ? ക്രിസ്തുവിൽ അവലംബം എന്താ കാര്യം എന്തെന്നാൽ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഞാൻ ഈ ഞെരുക്കങ്ങളിലൂടെയെല്ലാം കടന്നു വന്നതാണ്, അതിലൂടെ കൃപ പ്രാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ കൃപയിൽ നിലനിർത്താനും അതിജീവിക്കാനും കഴിയും. അതുകൊണ്ടാണ് അടുത്ത വാചകം എന്താ? ഞാൻ ജീവിക്കുന്നതിനാൽ. യോഹന്നാൻ 14:19. യോഹന്നാൻ 14:19. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും അതിജീവിക്കുമെന്നാണ്. അതാണ് വിഷയം. ഈ 2 വചനം കൂടി കൂട്ടി വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് അതാണ്. ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാവും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അത് ജീവിച്ചു കഴിഞ്ഞു.
ഈ അതിജീവിച്ച ഈശോയാണ് നമ്മോട് പറയണത്, ഞാൻ അതിജീവിച്ചിരിക്കുന്നു, അതിനാൽ നിങ്ങളും ഈ ഞെരുക്കങ്ങളെ അതിജീവിക്കും. കൈയടിച്ച് സ്തുതിക്കട്ടെ. സന്തോഷത്തോടെ അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ യേശു പ്രവർത്തിക്കുന്നു. ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, എന്നിൽ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ യേശു പ്രവർത്തിക്കുന്നു. യേശു പ്രവർത്തിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സമയങ്ങളിൽ അധികം നാക്ക് കൊണ്ടുള്ള കസർത്ത് കാണിക്കരുത്. ആൾക്കാർക്ക് വരുന്നൊരു പ്രശ്നം അതാണ്. എന്തെങ്കിലും ഒരു ചെറിയ നമ്മുടെ വഴികളിൽ ഒരു ടെസ്റ്റിങ് വന്നാൽ ഉടനെ നിങ്ങൾ കലബില എന്ന് പറയാൻ ആൻറ്റിയെ വിളിച്ച്, ആൻ്റെ മകളെ വിളിച്ച്, പേരപ്പനെ വിളിച്ച്, കൊച്ചാപ്പനെ വിളിച്ച്, കുഞ്ഞാമ്മയെ വിളിച്ച്, കൂട്ടുകാരെ വിളിച്ച് മുഴുവനും കൊളാക്കി തരും. കാര്യം പരിശുദ്ധാത്മാവില്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മളോട് പറയും, നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. അപ്പം ഞാനില്ല, ഈശോ അവിടെ ഇല്ല. അതുകൊണ്ട് നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെ വിളിക്കുമ്പോൾ അവർ അവരുടെ രീതിയിൽ നിന്നെ ഉപദേശിക്കും. നീ എന്ത് ചെയ്യണം? നീ ശാന്തമായി. ഒരു ഇഷ്യൂ ഉണ്ടായാൽ അപ്പോൾ ദൈവം അടുത്തുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് ശാന്തമായിട്ട് നീ പൂർണ്ണമായി ദൈവത്തിലേക്ക് നിൻ്റെ മനസ്സും ചിന്തയും ആലോചനയും നിൻ്റെ ധ്യാനവും അടക്കി വെച്ച് പരിശുദ്ധ അമ്മയെപ്പോലെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിനെക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്താ കാര്യം? അത് ജീവിക്കാൻ സമയമാകുമ്പോൾ കർത്താവ് അതിൻ്റെ ഗേറ്റ് ഓപ്പൺ ആക്കിക്കൊള്ളും. പിന്നെ നമുക്ക് മാനുഷികമായി ചെയ്യാവുന്ന വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നിയമപരമായിട്ട് നമുക്ക് ചെയ്യാം. ഇത് ഒരു കാര്യമല്ല. ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും പലതും നമുക്ക് ചെയ്യാനൊന്നും ഇല്ലെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധവും ബുദ്ധിയൊക്കെ ഉറച്ചു കഴിയുമ്പോൾ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനില്ല എന്ന് വരും. അതുകൊണ്ട് കാര്യം എന്താണ്? പലതും മെറിറ്റിൽ പോണതല്ല. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതെപ്പോഴും ഓർത്തേക്കണം. പല കാര്യങ്ങളും നമ്മളുടെ കഴിവിൽ ഒതുങ്ങണതല്ല. പിന്നെ എവിടെയാണ് ഒതുങ്ങണത്? ദൈവത്തിൻ്റെ കൃപയിലാണ്. അതുകൊണ്ടാണ് ഉടമ്പടിയുടെ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്? ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കരുണ കൊണ്ടാണെന്ന്. അല്ലേ? ആ വചനം മറന്നു പോരുത്. അതിന് നമ്മൾ ഈ മെറിറ്റ് ഇല്ലാത്ത സ്ഥലത്ത്, മെറിറ്റുള്ള സ്ഥലത്ത് അത് ആ മെറിറ്റ് കൊണ്ട് മതിയാകാതെ വരുമ്പോൾ, യോഗ്യത കൊണ്ട് മതിയാകാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ അവിടെ അപ്ലോഡ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി. കുറേ ഫോർമുലയുണ്ട്. അവിടെയാണ് നിങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. നിങ്ങൾക്ക് എന്താ ചിലർക്ക് ഗതി കിട്ടാത്ത പ്രേതം പോലെ ഇങ്ങനെ നടക്കണില്ല ഉടമ്പടി ചെയ്തിട്ടും. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ 0 മെറിറ്റിൽ വരുമ്പോൾ നമ്മൾ എവിടുന്ന് എടുത്താണ് ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യണത്? 0 മെറിറ്റിലെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു കഴിവ് കൊണ്ട് ഇനി ആ പരീക്ഷയ്ക്ക് ജയിക്കത്തില്ലെന്ന് വിചാരിച്ചോ? അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാര്യം നിങ്ങളുടെ കൂട്ടുകാരോടെ കമ്പൈൻ സ്റ്റഡി വെച്ചപ്പോൾ തന്നെ മനസ്സിലായി എന്നേക്കാൾ കേമിയാണ് ഇവളെന്ന്. ഇല്ലേ? അങ്ങനെ നിങ്ങൾ ഈ പരീക്ഷ കണ്ട എല്ലാ പിള്ളേരോട് കമ്പൈൻ സ്റ്റഡി വെച്ച് നോക്കിയേ, എല്ലാത്തിൻ്റെയും പുറകിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ. അപ്പോൾ ഇത് മെറിറ്റ് ഇല്ലെന്ന് അതിൻ്റെ അർത്ഥം. മെറിറ്റ് ഇല്ലെന്ന് പറഞ്ഞ് നമുക്കവിടെ ജീവിക്കണ്ടേ? മെറിറ്റ് ഇല്ലാത്തവരോടെ കടപ്പോയി മുങ്ങിച്ചാവുക. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെറിറ്റ് ഇല്ലാത്തവരും ജീവിക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന പുതിയൊരു ഓപ്ഷനാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് അതാ ഒന്ന് വായിച്ചു കൊടുത്ത ആൾക്കാർക്ക്, പുതിയ ആൾക്കാർക്ക് എഫേസോസ് 2:8. ഇതാണ് ഉടമ്പടിയുടെ ആപ്തവാക്യം.
എഫേസ്യർ 2:8 ഒന്ന് പറഞ്ഞേ. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, മെരിറ്റല്ലെന്ന്, ദൈവത്തിന്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. അതെന്താ വിഷയം എന്ന് പറഞ്ഞത്? അത് നിത്യരക്ഷയെക്കുറിച്ചാണ് അവിടെ അത് പറയണത്. നമ്മൾ ഉടമ്പടിയിലേക്ക് എടുത്തിരിക്കണത് അതിൻ്റെ അത് സക്കറിയായുടെ 4:6 അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് എഫേസ്യസ് 2:8 അച്ഛൻ വ്യാഖ്യാനിക്കുന്നത്. അതെന്താണ്? സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, കർത്താവിൻ്റെ ആത്മാവിനാലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെരിറ്റിലല്ല ആ വിഷയം ഇരിക്കണത്, നമ്മുടെ കഴിവല്ല. ചിലയിടത്ത് നമുക്ക് തന്നെ അറിയാം, അയ്യോ ഈ 40 ലക്ഷമാണ്, ഇത് നമ്മൾ കടം മേടിച്ചാലും വില മേടിച്ചാലും നമ്മുടെ കിഡ്നി വിറ്റാലും കിട്ടത്തില്ല ഇത്രയും കാശ്. അത് നമുക്കറിയാൻ പറ്റും, നമ്മുടെ മെരിറ്റിലല്ല. നിങ്ങൾ ഉന്നയിച്ച പല വിഷയവും നിങ്ങളുടെ യോഗ്യതയിലോ കഴിവിലോ അടിസ്ഥാനപ്പെടുത്തിയല്ല. പിന്നെ എവിടെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്? സൈന്യത്താലേ അല്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സക്കറിയ 4:6 അവൻ എന്നോട് പറഞ്ഞു, കർത്താവ് സെറുബാബേലിനോട് അരുളി ചെയ്യുന്നു, സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്. അതെന്താ സെറുബാബേൽ എന്ന് പറഞ്ഞത്? ബാബിലോൺ വിപ്രവാസ കാലത്തെ ഇവർ നബൂഖദ്നേസർ അവരെ പിടിച്ചോണ്ട് പോയി. എന്നിട്ട് അവിടെ ഇവിടുത്തെ നല്ല ആൾക്കാർ, ബുദ്ധിയുള്ള ആൾക്കാർ, അതായത് ഇസ്രയേലിലെ ബുദ്ധിയുള്ള ആൾക്കാർ, സയൻറ്റിസ്റ്റുകൾ, ഡോക്ടർമാർ, മാത്തമാറ്റീഷ്യൻസ്, എൻജിനീയേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ വെണ്ണപ്പാളികളെയും അയാളെ പിടിച്ചോണ്ട് പോയി, അയാളുടെ രാജ്യം നന്നാക്കാൻ വേണ്ടി. എന്നിട്ട് ഇവരെ അവിടെ കൊണ്ടുപോയി നിർത്തി പണി ചെയ്യിക്കുകയാണ്. അവരുടെ നമുക്ക് ബാബിലോൺ ഉയർത്തിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അവരുടെ മക്കളൊക്കെ അവിടുത്തുകാരായി. അപ്പോൾ കർത്താവ് സെറുബാബേൽ എന്ന് പറയുന്ന ഒരു ആളിനെ, അയാൾ ന്യായാധീനമല്ല പ്രവാചകനുമല്ല, എന്നിവരുടെ എല്ലാവരും ക്വാളിറ്റി ഉള്ള ഒരു ജനനേതാവാണ്. അത് ക്രിസ്തുവിൻ്റെ പ്രോട്ടോടൈപ്പായിട്ട് ബൈബിൾ അവതരിപ്പിക്കുന്ന ഒരാളാണ് സെറുബാബേൽ. അപ്പോൾ സെറുബാബേലിനോട് പറഞ്ഞു, നീ ഈ ആൾക്കാരെ മുഴുവനും അവരുടെ വാഗ്ദാന നാട്ടിലോട്ട് ഞാൻ തിരിച്ചു കൊണ്ടുവരും. അത് സൈന്യത്താലെയുമല്ല, ശക്തിയാലെയുമല്ല, പിന്നെന്താണ്? എൻ്റെ ആത്മാവിനാലാണ്. അതാ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ കഴിവിലല്ല, എൻ്റെ കൃപയിലെന്ന്. അപ്പോൾ എത്ര അടിമത്തത്തിന് ഇനി അവിടുന്ന് സ്വതന്ത്രമാകണമെന്നുള്ള തോന്നൽ പോലും നഷ്ടപ്പെട്ട മനുഷ്യനെ ദൈവം ഇങ്ങനെ എടുത്ത് പൊക്കി ലിഫ്റ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരണതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് നിന്റെ കഴിവിനാലല്ല, എൻ്റെ കൃപയാലാണെന്ന്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ കൃപ യോഗ്യതയാലല്ല, കഴിവിനാലല്ല, കർത്താവിൻ്റെ കൃപയിനാലാണെങ്കിൽ ഈ കൃപ ആർജിക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിലുള്ള പല പദ്ധതികളിലെ ഒരു പദ്ധതിയാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ മിനിമം കാര്യങ്ങൾക്കെല്ലാം പ്രാർത്ഥന ഓക്കെയാണ്. പക്ഷെ ഒരു മൾട്ടിപ്പർപ്പസ് വിഷയം വന്നാൽ എന്ത് ചെയ്യും? മൾട്ടിപ്പർപ്പസ് വിഷയം, കൂടുതൽ എനർജിയുള്ളൊരാവശ്യം. കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ എനർജിയാണ്, ദൈവത്തിൻ്റെ പവറാണ്, ശക്തിയാണ്. അപ്പോൾ 2 Corinthians 12:9 കൃപ ദൈവത്തിൻ്റെ ശക്തിയാണെന്ന്. അപ്പോൾ കൂടിയ ശക്തി വേണ്ട ഒരു കാര്യം വന്ന് നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ദൈവത്തെ അറിയാൻ പാടില്ലാത്ത ആൾക്കാരെ കൂടെ ദൈവത്തിൻ്റെ കണ്ണ് ലഭിക്കാൻ വേണ്ടി ചിലപ്പോൾ പള്ളിയിലൊക്കെ പോയി, ചിലർ പെരുന്നാളിലൊക്കെ ഉരുളണ കണ്ടിട്ടില്ലേ, ചിലർ ഉമ്പ് കളിക്കും, ചിലർ മുട്ടയും നിരങ്ങും, അങ്ങനെ പല അഭ്യാസങ്ങൾ കാണിക്കും. ആൾക്കാർ ഇതൊക്കെ ചെയ്യണത് പ്രാർത്ഥന കൊണ്ട് പറ്റാത്തൊരു പ്രശ്നം വന്നാൽ
പിന്നെ അവരെന്തെങ്കിലുമൊക്കെ ഗോഷ്ഠികൾ ദൈവതിരുസന്നിധി കാണിക്കും. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ ആകും, കാരണം ദൈവത്തിൻ്റെ കാരണം. പക്ഷേ ഈ വ്യക്തിയും ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത കാരണം ഇവൻ ഉരുണ്ടച്ചും പിന്നീട് മണ്ണ് മാന്തി സ്മോൾ അടിച്ചിട്ട് എന്നെ കാണാം. ഈ ഉരുണ ആൾക്കാരൊന്നും നോക്കിയാൽ എല്ലാവരും ഒന്നും ഞാൻ പറയണില്ല. ഈ തീർത്ഥയാത്ര നിങ്ങൾ പലപ്പോഴും വിനോദയാത്രയാക്കുന്നുണ്ട്. തീർത്ഥയാത്ര വിനോദയാത്രയാക്കുന്നവർ ചെയ്യണ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ സാധാരണ ഒരു കോമൺ മാൻ കുറച്ചുകൂടി മുഴുത്ത പാപിയായിട്ട് മാറുകയുള്ളൂ. എന്താ കാര്യം? നിങ്ങൾ ദൈവസന്നിധാനത്തിലേക്കുള്ള യാത്രയാണ് മദ്യപിക്കാനും വേറെ പല ചുറ്റിക്കളിയുണ്ട് അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അത് ചെകുത്താൻ പോലും ചെയ്യാത്ത പരിപാടിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെളുക്കാൻ തേക്കണം ഇപ്പോൾ പാണ്ടായിരിക്കണം പല ഞാനൊരു മനുഷ്യനോട് പറഞ്ഞു, നിങ്ങളൊരു ബിസിനസ് യാത്രയാണ് നടത്തുന്നത് വെള്ളാങ്കണ്ണിലേക്ക്. എന്താ കാര്യം? നിങ്ങൾ ഇവിടുന്ന് അവിടം വരെ ബിസിനസ് സംസാരിക്കുന്നു, അവിടെ ചെന്ന് മാതാവിനോട് ബിസിനസ് സംസാരിക്കുന്നു, തിരിച്ചു വരുമ്പോൾ ബിസിനസ് സംസാരിക്കുന്നു. എന്ത് പറ്റി? ആളിന് വല്ല മാറ്റമുണ്ട്? തീർത്ഥയാത്ര വിനോദയാത്രയും കച്ചവട യാത്രയും ആക്കി മാറ്റുമ്പോൾ ദൈവത്തിനെ നമ്മൾ ദൈവസന്നിധാനങ്ങളെ നമ്മൾ ദുർവിനിയോഗിക്കുകയാണ് ചെയ്യണത്. ദൈവസന്നിധാനങ്ങൾ ദുർവിനിയോഗിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചെടിപ്പുണ്ടാവും. എല്ലാം സ്വാഭാവികമായിട്ട് തോന്നും. പക്ഷേ എല്ലാം അസ്വാഭാവികമായിരിക്കും ചെയ്യണതെല്ലാം. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കൃപ ഡൗൺലോഡ് തെറ്റി കുറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, എപ്പോഴും ഉടമ്പടി വരുമ്പോൾ ഇതൊരു തീർത്ഥയാത്രയുമല്ല വിനോദയാത്രയുമല്ല, മറിച്ച് എന്താണ്, ദൈവവും നമ്മളും തമ്മിലുള്ള ബയലാട്രൽ എഗ്രിമെൻറ്റാണ്. ഇനി നമ്മുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി എന്താണ്? ഞാൻ ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ യോഗ്യനല്ല. പിന്നെ എളിമയോടെ ഞാൻ എന്തു ചെയ്യും? ഞാൻ ഉടമ്പടി ചെയ്തതിന് ശേഷം ഉടമ്പടി നൽകുന്ന ചില നിയമങ്ങളും നിബന്ധനകളും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കോമ്പറ്റൻ്റ് പാർട്ട്ണറാകാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കും. ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ പറ്റിയ യോഗ്യമായ പങ്കാളിയാകാൻ വേണ്ടി ദൈവത്തിന് എല്ലാ മേഖലകളിലും ഞാൻ രോഗികളെ പോയി കാണും. കാരണം എന്താണ്? ഞാൻ രോഗികളെ കാണാൻ കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക്. ഇപ്പോൾ അവിടെയെല്ലാം നിങ്ങൾ എനിക്കെന്ന് പറഞ്ഞിരിക്കുന്ന കാരണം നമ്മുടെ സാധാരണ ഇപ്പോൾ റോട്ടറി ക്ലബ്ബുകൾ, ലയൺസ് ക്ലബ്ബുകൾ, നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒത്തിരിയേറെ സന്നദ്ധ സംഘടനകളൊക്കെ ചെയ്യുന്ന ജോലിയാണിത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മുടെ സാധാരണ ജോലിയും സൽപ്രവൃത്തിയും കൃപാവര പ്രവൃത്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. സൽപ്രവൃത്തികളെന്ന് പറഞ്ഞാൽ മനുഷ്യനായിരിക്കുമ്പോൾ മനുഷ്യനും ഈ പ്രപഞ്ചത്തിനും വേണ്ടി ചെയ്യണ നിലനിൽപ്പിൻ്റെ ആനുകൂല്യങ്ങളായി ചെയ്യണ സ്വാഭാവികമായ മനുഷ്യപ്രകൃതിയിൽ നിന്നുള്ള പ്രവർത്തനങ്ങളാണ്. മനുഷ്യപ്രകൃതിയിൽ നിന്നുള്ള മനുഷ്യോചിതമായ മാനവിക പ്രവർത്തനങ്ങളെ സൽപ്രവൃത്തികളെന്ന് വിളിക്കുന്നു. പക്ഷേ ഒരു ഉടമ്പടി പേഴ്സണിൽ നിന്ന് അതല്ല ഉദ്ദേശിക്കുന്നത്, സൽപ്രവൃത്തി അല്ല. പിന്നെന്താണ്? കൃപാവര പ്രവൃത്തിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൽപ്രവൃത്തികൾ എന്താണ്, കൃപാവര പ്രവൃത്തികൾ എന്താണ് ചെയ്യുന്നവന് ബോധം ഉണ്ടാകണം. ഇപ്പോൾ ഒരു രോഗികളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ബേഴ്സറിയിൽ നിന്നൊരു 500 രൂപ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അത് കള്ളപ്പണമാകാതിരിക്കാൻ നോക്കണം, ടാക്സ് വെട്ടിച്ച കാശാകാതിരിക്കാൻ നോക്കണം, നിൻ്റെ അധ്വാനത്തിൻ്റെ പണമായിരിക്കണം. ആൾക്കാർ 500, 1000, 10,000 കൊടുക്കും. കാര്യം എന്താ? ഇവർ സ്ഥിരം ഗവൺമെൻറ്റിനെയും നാട്ടുകാരെയും പറ്റിക്കുന്ന ആൾക്കാരായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾ നക്കാപ്പിച്ച കാശ് കൊടുത്തിട്ട് നിങ്ങൾ ആൾ കളിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊന്നും കൗണ്ടബിൾ അല്ല ശരിക്കും. അവിടെയാണ് വിഷയം വരണത്. അപ്പോൾ എപ്പോഴും കൊടുക്കുമ്പോൾ ഓർക്കണം, ഇത് ജെനുവിനായിരിക്കണം കൊടുക്കുന്ന കാശ്. ഇപ്പോൾ ഒരു സ്ത്രീ എന്തായിട്ടിരിക്കണത്? ഒരു സ്ത്രീയുടെ ഒരു കഥ കർത്താവ് പറയണില്ലേ? എന്താ പറയണത്? മർക്കോസ് 12:44. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തന്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. ഇവളുടെ 2 പൈസ മറ്റേ ആ ചെടുത്ത് ഇട്ടിരിക്കണതേ, 2 പൈസയെക്കുറിച്ച് പറയണ വാക്കുകളൊക്കെ കേട്ട. അന്നൊരു വായിച്ച 3 കാര്യങ്ങളാണ് 2 പൈസയെക്കുറിച്ച് പറയണത്.
ഈ 2 പൈസ 2 ചെമ്പ് തൊട്ട് ഇട്ടതിന് 3 കാര്യങ്ങളാണ് പറയണത്. എന്തൊക്കെയാണ് പറയണത്? ആദ്യം പറഞ്ഞത് എന്താണ്? എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. അത് കണക്കാക്കണില്ലെന്ന് മൈൻഡ് ചെയ്യണില്ലെന്ന്, അത് കൗണ്ട് ചെയ്യണില്ലെന്ന്. കാര്യം ബാക്കി ഉണ്ടായിരുന്ന നക്കാപ്പിച്ച കൊടുത്തതാണെന്ന് മൈൻഡ് ചെയ്യത്തില്ല. പറ. ഇവളാകട്ടെ പറ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന്, ഒന്നാമത്തെ കേസ്, തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം, രണ്ടാമത്തെ നോട്ടിങ് കണ്ട, തനിക്കുണ്ടായിരുന്നതെല്ലാം തന്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും. അത്താഴത്തിന്റെ വകയാണ് ഈ പറയണത്. അന്നത്തെ അത്താഴത്തിന്റെ വകയാണ് ഇട്ടിരിക്കണത്. കർത്താവ് ഇത് പറയാൻ കാരണം, അന്നത്തെ അത്താഴത്തിൻ്റെ വകയാണ് ശ്രീഭണ്ഡാരത്തിൽ ഇട്ടിട്ട് ഇവർ കർത്താവിന് കൊടുത്തിട്ട് പോണത്. ഇവർ നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട്. എന്താണ്? എൻ്റെ ഉപജീവനത്തേക്കാൾ വലുതാണ് എനിക്കെൻ്റെ ദൈവമെന്ന്. അതാണ് ഈ പ്രാർത്ഥനാ പങ്കാളികൾ, ഉടമ്പടി പങ്കാളികൾ ശ്രദ്ധിക്കണം. ഒറ്റ നടക്ക് പോണ കേസല്ല ഇത്. ഇവ എങ്ങനെയാണ് ഒരു കോമ്പറ്റൻ്റ് പങ്കാളിയാക്കാൻ പറ്റണത്? നീ അതിജീവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനേക്കാൾ വലുതായിരിക്കണം നിൻ്റെ ദൈവം നിനക്ക്. അത് എപ്പോഴാണ് ആകണമെന്ന് നോക്കണം. ഇപ്പം നിൻ്റെ വിസ ഈ വിസ റിജക്റ്റായെന്ന് പറഞ്ഞ് നീ ഉടനെ എഴുന്നേക്കാൻ താമസിച്ചു പോയി. ഞാൻ ഇന്നലെ വരെ എല്ലാത്തിനെയും കൃത്യമായി കത്തിച്ച് ഉപവസിച്ചതാണ്, എന്നിട്ട് എൻ്റെ വിസ പാസ്സായില്ല എന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ എഴുന്നേക്കാൻ. അപ്പോൾ അമ്മയോട് പറഞ്ഞെങ്കിൽ അവൾ സങ്കടം കൊണ്ട് ഉറങ്ങിപ്പോയതാണ്. പോലൊക്കെ അവിടെ തലക്കെട്ടടിക്കണം. അവരങ്ങനെയാണ് പറയേണ്ടത്. അവരങ്ങനെയല്ല പറയേണ്ടത്. മകൾ കാണിച്ച വൃത്തികേടിനെ അവളെ ഉപജീവനത്തെക്കാൾ എൻ്റെ ദൈവം ചെറുതാണെന്നാണ് അവൾ പറയണത്. പറഞ്ഞു മനസ്സിലായില്ലേ? അവളുടെ ഒരു വിസ ഈ ഘട്ടത്തിൽ അത് പാസ്സാകാതിരുന്നപ്പോൾ ഇവളെ പ്രാർത്ഥനയെ ഇതിൻ്റെ അകത്ത് 90% ഇത്തരം ചരക്കുകളാണ് ഉള്ളത്. അത് ഓർത്തേക്കണം. എനിക്കാണെങ്കിൽ കാണുമ്പോൾ ദേഷ്യം വരും ഈ സാധനത്തിന്. എന്താ കാര്യം? ഇത് വയറാണ് അവരുടെ ദൈവം എന്ന് പറഞ്ഞില്ലേ? അതാണ് ഇത് ആദ്യം പറഞ്ഞില്ലേ, വയറാണ് അവരുടെ ദൈവം. നമ്മുടെ നിയോഗങ്ങളെക്കാൾ വലുതായിരിക്കണം നമ്മുടെ ദൈവം. ഉടമ്പടിയിൽ എപ്പോഴെങ്കിലും ഞാൻ എന്തിനെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്? കോമ്പറ്റൻ്റ് പാർട്ട്ണർ ഓഫ് ദി കവനൻറ്റ്, ഒരു ഉടമ്പടിയുടെ യോഗ്യമായ പങ്കാളി എന്ന് പറയുമ്പോൾ അവരിവിടെ വെച്ചിരിക്കുന്ന നിയോഗങ്ങളെക്കാൾ വലുതായിരിക്കണം അവരുടെ ദൈവം. അതാണ് നമ്മൾ പറഞ്ഞത്. കണ്ടിരിക്കണേ, അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ നിയോഗങ്ങളെക്കാൾ വലുതായിട്ട് ദൈവത്തെ കാണുന്നുണ്ടോ എന്ന് ദൈവം നിങ്ങളെ ടെസ്റ്റ് ചെയ്യും. ഈ ടെസ്റ്റിൽ മിക്കവാറും ഒരു ഇടിച്ചു തല്ലി ഓടി വന്ന് ഉടമ്പടി എടുക്കുന്നതിൽ 90% ഈ ടെസ്റ്റ് പരാജയപ്പെടും. എന്താ കാര്യം? അവർക്ക് പ്രബോധനമില്ലാത്ത കാരണം ബോധ്യമില്ല. അതാണ് വിഷയം. ഉടമ്പടി എപ്പോഴും ഞങ്ങൾ ക്ലാസ്സിലെടുക്കുന്നതിൻ്റെ കാരണം എന്താണ്? ബോധ്യം വേണം. പൗലോസ് അപ്പോസ്തലൻ പിരിഞ്ഞു പോകുമ്പോൾ ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയമായെന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ മരണം പ്രഖ്യാപിക്കും. അപ്പോൾ തിമോത്തി, നീ ഒറ്റക്കായി പോകണമെന്ന് കരുതരുത്. ഞാനില്ലെങ്കിലും നീ മുന്നോട്ട് പോകണം. ജനങ്ങൾക്ക് നീ ബോധ്യം കൊടുക്കണം. എന്തോ ഒരു ഉപദേശമാണ് ബോധ്യം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. 2 തിമോത്തി 4:2 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം പ്രസംഗിക്കുക. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുക. എന്താ പറയണം? മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. നിങ്ങളെ ശാസിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്താ കാരണം? ഇതിൻ്റെ ഈ ദൈവവചനത്തിന് പ്രബോധനത്തിലുള്ളതാണ് ശാസന. ചില ആൾക്കാർക്ക് ശാസന പറ്റത്തില്ല. അവർ വലിയ ദൈവത്തെക്കാൾ വലിയ ആളായിട്ടിരിക്കും. ശാസിക്കുമ്പോൾ തന്നെ അവർ വയലൻ്റ് ആകും. ഞാൻ അങ്ങനെയുള്ളവരെ പതുക്കെ ക്യാൻസലാക്കി കളയും. എന്താ കാര്യം? അവർ ജഡാരൂപി തന്നെ ജീവിക്കുന്നത് കൊണ്ടാണ്. അവർ ജഡാരൂപി തന്നെ, അതായത് ശാസന ഇതിൻ്റെ അകത്തുള്ളതാണ്. എന്താ കാര്യം? ബോധ്യങ്ങൾ ജനിപ്പിക്കുമ്പോൾ മാത്രമേ കാര്യം ഇവർ തന്നെ
അവർ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വീട്ടിൽ വരാതെ ലോഡ്ജിൽ പോയി താമസിക്കുകയാണ്. വിസ അവിടെ അവരുടെ എമിഗ്രേഷൻ ശരിയല്ലെന്നും പറഞ്ഞ്. അപ്പം നാട്ടിൽ വന്നാൽ ഞാനെങ്ങനെ മുഖത്ത് നോക്കും, ആൾക്കാർ ചോദിച്ചു ഇത് ചമ്മലുണ്ടാകും, ആ ചമ്മൽ വേണം. എന്തിനാണത്? അത് കർത്താവേ, അതെൻ്റെ ജീവിതത്തിലെ ഞെരുക്കങ്ങളാണ്, അത് നിൻ്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു. എങ്കിലും ഞാൻ നിൻ്റെ വിശ്വാസത്തിലും ധൈര്യത്തിലും ഞാൻ നിൻ്റെ കൂടെ മുൻപോട്ട് പോകും. അപ്പോൾ അത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗൃഹപാഠമാണ്. ആ ഗൃഹപാഠത്തിൽ നമ്മൾ തോക്കരുത് ഒരിക്കലും. കേട്ടെടുത്തൊക്കെ ഉണ്ടാകത്തില്ലേ പരസ്പരം, നിങ്ങൾ പിള്ളേർ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഈസ് അറ്റൻഷൻ, തിരിച്ച് ഓപ്പോസിറ്റായിട്ട് നിൽക്കാൻ പറയും അല്ലേ ടീച്ചർമാർ പണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്ന അറിയത്തില്ല. ഞങ്ങൾ സാഹിത്യത്തിലൊക്കെ 2ാം ക്ലാസ് പഠിക്കുമ്പോൾ ടീച്ചർ പറയും സ്റ്റാൻഡേർഡ് ഈസ് അറ്റൻഷൻ, സ്ട്രൈറ്റ് എടുക്കുക, തിരിഞ്ഞ് നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ എഴുതണം, അവിടെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ സ്ട്രൈറ്റ് ഉള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കും. എന്നിട്ട് ടീച്ചർ ഓരോ ചോദ്യം പറയും, അപ്പോൾ നമ്മളത് എഴുതണം. ഇതിപ്പോൾ ടെസ്റ്റാണത്. എന്നിട്ട് സ്ലേറ്റ് കാണിക്കും ടീച്ചർ വരുമ്പോൾ. അപ്പോൾ ചിലപ്പോൾ മുഖത്തിൽ അടിയും മേടിക്കും. ഞാൻ മേടിച്ചിട്ടുണ്ട്, അത് പറഞ്ഞു, അന്നത്തെ കാലമല്ലേ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കേട്ടെഴുത്തുകൾ വരും. നമ്മൾ കറക്റ്റ് ഉടമ്പടി വിശ്വസ്തത അല്ലെന്ന് കഴിഞ്ഞാൽ കേട്ടെഴുത്തുകൾ കൂടാൻ സാധ്യതയുണ്ട്. നമ്മൾ ഉടമ്പടി വിശ്വസ്തരല്ലെന്ന് പറഞ്ഞിട്ട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമില്ല. ദൈവം എന്താ പറയണത്? നീ ഞാനുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നത്, അപ്പോൾ എന്നോട് ഉടമ്പടി ചെയ്യാനുള്ള യോഗ്യത പ്രാപിക്കുമെന്ന് പറയും. അതായത് അപ്പോൾ ചിലർക്ക് നല്ലവണ്ണം അറിയാം അത് യോഗ്യത പ്രാപിക്കാനാണ്. അവർ മിണ്ടാതിരുന്ന് സോറി ജീസസ് എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ രീതിയിൽ സന്തോഷിച്ച് അവിടെ അടുത്ത മൂവ്മെൻറ്റിലേക്ക് പോയിക്കൊണ്ട് അവരതിനെ അതിജീവിച്ച് വരും. എൻ്റെ മക്കൾ, ഈ അതിജീവനം ഒരു വല്ലാത്ത കാര്യമേ. ഞാൻ ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യം കഴിയട്ടോ. എനിക്ക് അതിൻ്റെ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കണം ആ സാക്ഷ്യം കേട്ടോ. അത് അഖില റിങ്കു എന്ന് പറഞ്ഞ ഹസ്ബൻഡാണ്. അഖില എന്ന് പറയണത് വൈഫാണ്. കൊച്ചു പിള്ളേരാ. അപ്പോൾ അവർക്ക് എല്ലാവരും ഒരു 24-25 വയസ്സുണ്ടാവുമായിരിക്കും. അപ്പോൾ അഖില ഈ 25 വയസ്സുകാരൊക്കെ കാണിക്കുന്ന അഭ്യാസമുണ്ടല്ലോ, ഞെട്ടിപ്പിക്കുന്ന അഭ്യാസമാണ്. അതായത് എങ്ങനെയാണ് ഈ 25 വയസ്സുകാർ കർത്താവിൻ്റെ കൂടെ ജീവിക്കണം എന്നൊക്കെ നമ്മൾ ഓർത്താലേ എന്തുമാത്രം ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് നൽകിയിട്ടുള്ള പുതിയ സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇവർ കൃപയിൽ ഇങ്ങനെ വളരണമെന്ന് നമ്മൾ ഓർത്ത് ഞെട്ടിപ്പോകും. ഈ അഖിലയുടെ പ്രശ്നം എന്താണെന്നറിയാമോ? അഖിലയ്ക്ക് ഒരു രോഗമുണ്ട്. അതായത് അഖില റിങ്കുവിനെ കല്യാണം കഴിച്ചു. റിങ്കുവും അഖിലയും തമ്മിൽ ജീവിക്കുകയാണ്. അപ്പോൾ അവൾ പ്രഗ്നൻ്റായി കഴിഞ്ഞപ്പോൾ പിന്നീട് ഡോക്ടർ ഈ കുഞ്ഞിനൊക്കെ എന്തൊക്കെ സ്കാൻ ചെയ്തപ്പോഴൊക്കെ എന്തോ കുഴപ്പമായി. അപ്പോൾ ഡോക്ടർ പറയും ഇതിന് ഈ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല, എന്തോ കുഴപ്പമുണ്ട്, എന്താണെന്ന് മനസ്സിലാവണില്ല, ചിലപ്പോൾ കയ്യോ കാലോ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറയും. കൊച്ചിൻ്റെ എന്താ കുഴപ്പമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ടെർമിനേറ്റ് ചെയ്യാമെന്ന് ഡോക്ടർ പറയും. അപ്പോൾ ഈ അഖില പറയും ഇത് ടെർമിനേറ്റ് ചെയ്യണം. അവിടെ ഈശോയുമായിട്ട് കുറച്ച് ആഴമായ ബന്ധമുണ്ട്. അപ്പോൾ ഈശോയോട് പറയും, ഈശോയെ ഇത് ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് താല്പര്യമില്ല, കൊച്ചിനെ കൊല്ലാൻ താല്പര്യമില്ല എനിക്ക്. കൊച്ചിന് അംഗവിഹീനമാണെങ്കിൽ കുഴപ്പമില്ല, ഞാനത് വളർത്തിക്കൊള്ളാം, എന്നെ നീ ഒന്ന് സഹായിച്ചാൽ മതി. അപ്പോൾ ഡോക്ടറുമായിട്ട് ഇവൾ കണക്ഷൻ വിട്ട് എന്താ പിന്നീട് ആ ടേബിളിൽ ഈ വിഷയം പരാജയപ്പെടുന്ന കാരണം. അപ്പോൾ എല്ലാവരും അവളോട് പറയുന്നുണ്ട്, എടി ഇത് ടെർമിനേറ്റ് ജീവിതകാലം മുഴുവൻ നീ ഇപ്പോൾ ചെറുപ്പത്തിൻ്റെ ഒരു ഇതുകൊണ്ട് പറയണതാണ് വളർത്തിക്കൊള്ളാമെന്ന്. ഇതൊക്കെ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ചത്ത് കഴിയുമ്പോൾ ഈ കൊച്ചു നിനക്ക് ബാധ്യതയാകും. അപ്പോൾ ഇവളെ ഇങ്ങനെ പറഞ്ഞ് ഇവളെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ്. അവളിങ്ങനെ വയറൊക്കെ വീഴ്ത്തി ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുകയാണ്. അപ്പോൾ ഇവൾ ഈശോയുമായിട്ട് മാത്രമാണ് കമ്മ്യൂണിക്കേഷനുള്ളത്. വെച്ചാൽ ഈ ആൾക്കാരെല്ലാം പറയുന്നത് കൊച്ചിനെ കളയാനാണ്, കേൾക്കുന്നവരെല്ലാം പറഞ്ഞാൽ കൊച്ചിനെ കളയെന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇവക്കത് കളയാൻ താല്പര്യമില്ല. അവൾ ഈശോനെ പറയും, ഈശോ എങ്ങനെ ഞാൻ ഇത് പ്രസവിക്കട്ടെ, എന്ത് അംഗവിഹീല്യമാണ്, കണ്ണു കാണാൻ പാടില്ല, ഞാൻ വളർത്തിക്കൊള്ളാമെന്ന് പറയും. അപ്പോൾ ഇത് കേട്ടപ്പോൾ നീ പൊട്ടിയാണ്, നീ കൊച്ചാണ്, നിനക്കറിയത്തില്ല, നീ കുഞ്ഞായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണ്, ഇതൊന്നും അല്ല ജീവിതം കാണാത്തവരൊക്കെ ജീവിതം കണ്ടു കഴിയുമ്പോൾ അത് മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ ആൻറ്റി ആയിട്ട് എതിർകിടെ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ടെർമിനേറ്റ് ചെയ്യാൻ തയ്യാറല്ല. അവസാനം കാര്യം ഇവൾ ഈശോയുടെ തന്നെ ഇങ്ങനെ പിടിച്ച് നിൽക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവസാനം ഈശോ ഒരു തീരുമാനം എടുക്കില്ല. ഈശോയ്ക്ക് അറിയാം ഈ പറയണത് ഡോക്ടർ പറഞ്ഞത് ശരിയാണെന്നറിയാം.
പക്ഷേ ഇവളാണെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് കടുകിട മാറത്തുമില്ല. അപ്പോൾ ഇവളെ സേവ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്ത് കൊച്ചിനെ ഒരു 8-ാം മാസമായപ്പോൾ കൊച്ചിനെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ കൊച്ച് ചത്ത് പ്രസവിച്ച്. അപ്പോൾ അതുകൊണ്ട് വലിയ ആശ്വാസമായി. അല്ലെങ്കിൽ അവൾ പണി മേടിച്ചേനും. അപ്പോൾ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പക്ഷേ ഈ ടെസ്റ്റിൽ ഇവൾ 100 മാർക്ക് മേടിച്ച്. എന്താ കാര്യം? എഴുതി ടെസ്റ്റാണെന്നല്ല, ഇതിൽ ഇവൾ 100 മാർക്ക് മേടിച്ച്. പല ആൾക്കാർ 0 തോക്കണതാണ്. എൻ്റെ മക്കളെ, ഈ ദൈവത്തിൻ്റെ അടുത്ത് തോറ്റു കഴിഞ്ഞാടല്ല പിന്നെ ജയിക്കാൻ ഭയങ്കര പാടാണ്. അതിനാണ് ഈശോ ആദ്യമേ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങളെ പ്രലോഭനത്തിൽ അതാണ് പ്രശ്നം. ഇതുപോലെ ചെന്ന് വീണ പ്രലോഭനത്തിൽ വന്നു പോയാൽ 99% ആൾക്കാരും പരിക്കാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെ പരിക്കായി കഴിഞ്ഞാൽ പിന്നെ പരിക്ക് പരിഹരിക്കാതെ മുന്നോട്ട് പോകത്തില്ല. കാര്യം ദൈവമായിട്ടാണ് നമ്മൾ ഇടവെന്ന് ഓർക്കണം. ഏറ്റവും വലിയ റിസ്ക് എന്താണ്? ദൈവത്തെ കണ്ട് സംസാരിക്കാൻ പറ്റണില്ലെന്നാണ് ഏറ്റവും വലിയ റിസ്ക് ഇതിൻ്റെ അകത്ത്. ഈ കണ്ട് സംസാരിക്കാൻ പറ്റാത്ത കൊണ്ടാണ് വിശ്വാസത്തിന് ഇത്രയും വിലയുള്ളത്. മനസ്സിലായില്ലേ? ദൈവത്തെ കണ്ട് സംസാരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വിശ്വാസത്തിന് വിലയില്ലല്ലോ. ഇപ്പോൾ വിശ്വാസം ഇത്രയും തീപിടിച്ച വിലയായിരിക്കണതിൻ്റെ കാരണം ദൈവത്തെ നമുക്ക് കണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല. എന്നും പറഞ്ഞ് ദൈവത്തെ കാണാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. ഉടമ്പടി എടുത്ത 15 ആൾക്കാർ പറയത്തില്ല. കാര്യം എന്താണ്? ഇവർ ഒരു തരത്തിലല്ല മറ്റൊരു തരത്തിൽ ദൈവത്തെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മയെങ്കിലും കാണുന്നുണ്ട്. ഉടമ്പടി പോലെ ഇതുപോലെ അമ്മയെ, സഞ്ചാരി മാതാവിനെയും, മുല്ലപ്പൂ സുഗന്ധവും മഴവില്ലും ദർശനവും സ്വപ്നവും ഉണ്ടാക്കുന്ന ഒറ്റ പ്രാർത്ഥന ഈ 2000 വർഷമായിട്ട് സാധാരണ മനുഷ്യർക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് സാധാരണ മനുഷ്യരുടെ അനുഭവങ്ങളുടെ കുത്തിപ്പാച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സത്യമാണെന്നുള്ള ആൾക്കാർക്ക് നല്ല ഉടമ്പടിയിൽ ഒരു 50% ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട്, ഈ വിഷയമുണ്ട്. ഇതെല്ലാം കേട്ട് ഈ ധ്യാനങ്ങളെല്ലാം കേട്ട് പോകുമ്പോഴാണ് ഈ അഖില ഒരു നിലപാടെടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം അഖിലയുടെ ബ്ലഡ് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഈ കൊച്ചു മരിച്ച് പുറത്ത് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അഖില ഇനി പ്രഗ്നൻ്റ് ആകേണ്ട കാര്യമില്ല, ഇനി പ്രഗ്നൻ്റ് ആകരുത്. കാര്യം നമ്മൾക്ക് എന്തുകൊണ്ട് ഈ കുട്ടി മരിച്ചു പുറത്ത് വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് അറിയണം. എന്തുകൊണ്ട് ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ കൊച്ചിന് അംഗവൈകല്യം ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് അറിയണം. അപ്പം അതുകൊണ്ട് അതറിഞ്ഞ അതിൻ്റെ കോസിനും അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ചികിത്സിക്കാതെ ഇനി പ്രഗ്നൻസിയിലേക്ക് പോകരുതെന്ന് റിങ്കിനോടും പറഞ്ഞ് അഖിലോടും പറഞ്ഞ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിനുവേണ്ടി പിന്നെ പ്രാർത്ഥിച്ച് വന്നപ്പോൾ എന്നാ പറ്റുക വെച്ചാൽ ഡോക്ടർ അവസാനം ഇത് കണ്ടുപിടിച്ചു. അവിടെ ഈ കൊച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ ബ്ലഡിൻ്റെ പുറകെയായി ഡോക്ടർ. കാര്യം ബ്ലഡിൽ എന്താ ഉള്ളത്, കുട്ടി മരിക്കേണ്ട കാരണം എന്താണ്, കുട്ടിക്ക് ഗർഭത്തിൽ അംഗവൈകല്യം വരാൻ കാര്യം എന്താണ്, ഇനി കുട്ടികളുണ്ടായാലും ഇങ്ങനെ വരാൻ കാര്യം എന്താണ്. അപ്പോൾ ബ്ലഡിൻ്റെ പുറകെയാണ് പിന്നെ ഡോക്ടർ നടക്കുന്നത്. ബ്ലഡിൻ്റെ ഓരോരോ സാമ്പിൾ എടുത്തിട്ട് വ്യത്യസ്തങ്ങളായ 100 കണക്കിന് ടെസ്റ്റ് നടത്തി നോക്കിയപ്പോഴാണ് അവസാനമാണ് ഡോക്ടർ പിടികിട്ടിയത്. ഈ കുട്ടിയെ കൊല്ലുന്ന ഒരു അതായത് ഓട്ടോ ഇമ്മ്യൂണിങ് കണ്ടൻറ്റ് ഈ ഫോറിൻ ബോഡി, ഈ ഒരു ഫോറിൻ ബോഡി നമ്മുടെ ബോഡി കയറിയാൽ അതിനപ്പം കൊന്നുകളയും. അങ്ങനെ ബോഡിയുടെ അകത്ത് തന്നെ ഒരു ആൻറ്റിബോഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത്. അത് ഒറ്റ നടക്ക് പോകത്തില്ല. ഓട്ടോ ഇമ്മ്യൂൺ ഡിവിഷൻ ഡോക്ടർമാർക്ക് അറിയാം, നേഴ്സുമാർക്ക് അറിയാം. അപ്പോൾ ഇതിനെ അവളെ വിളിച്ചത് എന്താ DVT എന്നും പറഞ്ഞൊരു രോഗമാണ്. അതായത് ഈ നമ്മുടെ ബോഡിയുടെ അകത്ത് തന്നെ ബോഡിക്കെതിരെ പ്രവർത്തിക്കുന്ന മറ്റൊരു ബോഡി വർക്ക് ചെയ്യുകയാണ്. അപ്പം അത് വന്നപ്പോൾ ഇനി കുട്ടികളുണ്ടാകത്തില്ല. ഒരു കുട്ടിയെ കണ്ട ശത്രുവിനെ പോലെ ബോഡി കാണണം, ഇതിനെ കൊന്ന് പുറന്തള്ളും. ഇങ്ങനെ 5 അപ്പം അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഈ അഖില ഇതുപോലെ കുട്ടി പ്രസവിച്ച് മരിക്കണം വേറെ ഒരു ചേച്ചീനെ കണ്ടേ. ആ ചേച്ചിയുടെ കുട്ടി 5 പ്രാവശ്യം പ്രസവിച്ചു. 7 കൊല്ലത്തിനുള്ളിൽ 5 പ്രാവശ്യം പ്രസവിച്ചു. 5 പ്രാവശ്യം പ്രസവിച്ചിട്ട് കൊച്ച് മരിച്ചു. അപ്പം 5 കൊച്ചൊക്കെ മരിച്ചു. അങ്ങനെ അതുകൊണ്ട് ഇവള് ഇടയ്ക്ക് അവളോടാ ചോദിക്കണം. കാര്യം സെയിം രോഗമാണ് 2 പേർക്കും. അപ്പോൾ അവൾ പറയും, ഇത് നടക്കത്തില്ല, ഇതിന് മരുന്നില്ല എന്ന് പറയും. അപ്പോൾ മരുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് ശരിയാണ്. ഇതിനൊക്കെ പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനും അറിയാം, അതിന് വൈദ്യശാസ്ത്രത്തിൽ മരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഡൈക്കോട്ടമി ചെന്ന് അഖില ചെന്ന് ചാടുകയാണ്. ഇവർക്ക് 20 വയസ്സ് 25 വയസ്സ് 27 ഉള്ളെന്ന് ഓർക്കണം. പക്ഷേ എന്നാലും വിശ്വാസത്തിൽ ഇവർക്ക് ഒരു 10-65 വയസ്സിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്.
വിശ്വാസത്തിൽ. അപ്പോൾ ഇവളെന്ത് ചോദിച്ചാൽ അപ്പോഴാണ് ഇവൾ ഉടമ്പടിയെക്കുറിച്ച് അറിയണത്. അങ്ങനെ വന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തതിന് ശേഷം അപ്പോൾ ഇപ്പോൾ എന്താ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ ഉടമ്പടി തൈലം എടുത്തിട്ട് ഇവൾ വയറിലും എല്ലാ സ്ഥലങ്ങളിലൊക്കെ പെരട്ടി വിശ്വാസ പ്രമാണത്തിൽ പെരട്ടി കഴിയുമ്പോൾ എന്നാ സംഭവത്തിൽ എന്താ ഇവർക്ക് ഉണ്ടായിരുന്ന അസുഖം എന്താണ്? ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടായിരുന്ന കാരണം ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, എപ്പോഴും ക്ലോട്ട് ചെയ്യും. അതിൻ്റെ കുഴപ്പം അതാണ്, ബ്ലഡ് തന്നെത്താൻ ക്ലോട്ടാവും. ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ മരിക്കണില്ല, ബ്ലഡ് സ്വാഭാവികമായിട്ട് ക്ലോട്ടിങ് എൻ്റെ കുഴപ്പത്തിൽ. ചിലർക്ക് ക്ലോട്ടിങ് നടക്കണില്ല, ചിലർക്ക് പെട്ടെന്ന് ക്ലോട്ടാകുന്നു. അപ്പോൾ ഇതുപോലൊരു ഡിസീസാണിത്. അപ്പോൾ ഇതിന് മരുന്നില്ല. ബ്ലഡ് കാലിൽ തന്നെ പല സ്ഥലങ്ങളിൽ ബ്ലഡ് ക്ലോട്ടായി കിടക്കുകയാണ്. അത് കാരണം ബ്ലഡ് ഓടുന്നകത്ത് കാരണം കാല് നീല നിറമായി, പിന്നെ കറുത്ത നിറമായി. പിന്നെ ഡോക്ടർ പറഞ്ഞു 2 കാലും മുറിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ എന്തുമാത്രം സീരിയസ് ആണ് വിഷയമെന്ന്. അവിടെ ഇവിടെ എല്ലാം കയറി മുട്ടുകയാണ്. ഊടിൽ കൊച്ചു ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ഊടിലെ ബ്ലഡ്, നമ്മുടെ പൊക്കിൾക്കൊടിയിലെ ബ്ലഡ് ക്ലോട്ടാകും. ആ കൊച്ചിനെ കൊന്നു കളയാൻ വേണ്ടി ഊട് വഴിയാണല്ലോ കൊച്ചു ഭക്ഷണം എടുക്കണത്. അപ്പോൾ അതുകൊണ്ട് അത് വലിയ ഇഷ്യൂ ആയി. പക്ഷേ ഇവളത് പെരുട്ടി കഴിഞ്ഞപ്പോൾ ഉടനെ ഇവളുടെ ക്ലോട്ടിങ് എല്ലാം മാറി. മരുന്ന് കഴിക്കാൻ, അതായത് ഈ കാര്യത്തിന് വേണ്ടി മരുന്ന് കഴിക്കേണ്ടെന്ന രീതിയിലായി. ആൾ പഴയതുപോലെ ഫ്രഷായി. അപ്പോൾ ഉടമ്പടി പെട്ടെന്ന് വർക്ക് ചെയ്ത് പെട്ടെന്ന് കാര്യം എന്താ പ്രശ്നം വെച്ചാൽ ഇവൾക്കൊരു മിനിമം വിശ്വാസം നേരത്തെ ഉണ്ടല്ലോ. അതാണ് ഉടമ്പടി പെട്ടെന്ന് ലൈറ്റ്നിങ്ങായിട്ട് വർക്കായത്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ദൈവം ഈ വിശ്വാസം ഇതിൻ്റെ അകത്ത് വളരെ കാതലായൊരു വിഷയമാണ്. നിങ്ങൾ വിഷയമായിട്ടിരിക്കുന്ന വിശ്വാസത്തെ തട്ടി നോക്കിയിട്ട് വിഷയം ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുമ്പോൾ നമ്മൾ പേടിച്ചിട്ട് വിശ്വാസം താഴ്ന്നു പോകുന്നതായിട്ടാണ് നമ്മൾ ആൾക്കാരിൽ കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അഖിലയ്ക്ക് അങ്ങനെയല്ല. അഖില ഇതുപോലെയുള്ള അനുഭവങ്ങൾ കടന്നു പോകുമ്പോഴും വിശ്വാസം ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം വിശ്വാസത്തിനൊരു വിഷയം, ഇതിൻ്റെ ഒരു ഗ്രാൻഡ് സ്കീമുണ്ട്. ഗ്രാൻഡ് സ്കീം എന്ന് വെച്ചാൽ നമ്മൾക്ക് ചിലത് സബ്സിഡി, ചിലത് ഗ്രാൻഡ് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ലോണ്. അതുപോലെ തന്നെ വിശ്വാസത്തിന് എവിടെയെങ്കിലും ഇടർച്ച വന്നാൽ അവളുടെ പഴയ ഫയലനുസരിച്ച് ദൈവമായിട്ട് ഇങ്ങനെ യോജിച്ച് പോകണം എന്ന് ദൈവത്തിന് ഇട്ടെറിഞ്ഞ് കളയണ ആളല്ല എന്ന് കണ്ടാൽ ദൈവം ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. കാര്യം അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഹെൽപ്പിംഗ് ആണ്. കാര്യം നമ്മൾ പഴയ കാലങ്ങളിലൊക്കെ നിസ്സാര കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാർത്ഥന മുടക്കുകയും ചില കാര്യങ്ങളൊക്കെ മാസങ്ങളോളം പ്രാർത്ഥിക്കാതൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യണില്ലേ, അതൊക്കെ എന്ത് അപകടമാണെന്നറിയാമോ? അപ്പം നിങ്ങൾക്ക് ഇത്തിരി സുഖം തോന്നും അല്ലേ? ഇന്ന് പോയി സിനിമയും കണ്ടുവച്ച് വന്നിട്ട് കൊന്ത പോലും ചെല്ലാ കിടന്ന് ഉറങ്ങുമ്പോഴൊക്കെ ഒരു സുഖമില്ലേ? ഈ കുറച്ച് കഴിയുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴാണ് ഈ ആൾക്കാർ പണിമേടിക്കാൻ പോണത്. അതാണ് എൻ്റെ വിഷയം വരണത്. ഫയർ എഞ്ചിനെ പെരക്കത്തി പിടിക്കുമ്പോൾ ഫയർ എഞ്ചിൻ്റെ മൊബൈലിലെ ഫയർ എഞ്ചിൻ്റെ 100, 150, 158 അത് അറിയത് ഇങ്ങനെ ചോദിച്ചിരിക്കണേ, കത്ത് പിടിച്ചോണ്ടിരിക്കുകയാണ്. ഈ 108 മൊബൈൽ എടുത്തു വെക്കുമ്പോഴാണ് മൊബൈലിൽ അപ്പോൾ ചാർജും ഇല്ല, നെറ്റും ഇല്ല, തീർന്ന പരിപാടി. പെരക്കത്തി പിടിക്കുമ്പോഴേ മൊബൈൽ നമ്പർ പോലീസിനെ വിളിക്കാൻ, ഫയർ എഞ്ചിനെ വിളിക്കാൻ വേണ്ടി മൊബൈൽ എടുക്കുമ്പോൾ നെറ്റില്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? ഇതുപോലെ ഇരിക്കും നിങ്ങൾ ഇടക്കും തലക്കും ദൈവമായിട്ട് നിൽക്കാൻ നക്കാപ്പിച്ച കാര്യത്തിന് ഉടക്കി പ്രാർത്ഥനയും ജീവിത രീതിയൊക്കെ മുടക്കുമ്പോൾ ഉടമ്പടിയോടുകൂടി ഇതെല്ലാം റീസ്റ്റേറ്റ് ചെയ്യണം. പണ്ടേ ഇത് കലാപരിപാടിയായിട്ട് ആൾക്കാരുണ്ടാവും. ഇങ്ങനെ സ്ഥിരം എന്തെങ്കിലും കാര്യത്തിന് കുറച്ച് നാൾ ദൈവത്തോട് അടുത്ത് കുറേ ആൾക്കാർ, പിന്നെ കുറേ നാൾ പിശാചിനെ കൂടെ നടന്ന്, പിന്നെ ഒരു വിഷയമുണ്ട് ദൈവത്തോട് അടുത്ത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കണ കൊച്ചുരാമന്മാരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയോടുകൂടി അവർ കറക്റ്റ് ചെയ്യണം. ദൈവമായിട്ട് സത്യസന്ധമായി ജീവിക്കാനും കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുള്ള കാപട്യങ്ങളെ പരിഹാരം ചെയ്യാനും എല്ലാം പുതുതായിട്ട് തുടങ്ങിക്കൊണ്ട് ദൈവത്തെ നേരിട്ട് ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാലം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. അതിനാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത്, മക്കളെ സാക്ഷ്യം കേൾക്കണേ. കാര്യം സാക്ഷ്യം എത്ര തവണ കേട്ടാലും നമുക്ക് ഉണ്ടാകുന്ന ഗുണം ദോഷം ഉണ്ടാകുന്ന ഗുണമേ ഉണ്ടാകത്തുള്ളൂ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ മനുഷ്യന്മാർ ദൈവത്തെ കണ്ടുപിടിച്ചതും ആ ദൈവത്തെ അവർ ഫോളോ ചെയ്തതും അവസാനം ദൈവം അവരെ ദുർഘടമായ കാലങ്ങളിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തിയതും എന്തെല്ലാം വലിയ ഐതിഹാസികമായിട്ടുള്ള ഓപ്പറേഷൻസാണ് സാക്ഷ്യത്തിലുള്ളത്. അപ്പം
ഇത് ഇവള് ഉടമ്പടി തൈലം ഇവൾ ഒരിക്കലും വിചാരിച്ചില്ല ഉടമ്പടി തൈലം പുരട്ടുമ്പോൾ തന്നെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പോകുമെന്ന്. പിന്നെ ഡോക്ടർ പറഞ്ഞ കാലം മുറിക്കണ്ട, ഇപ്പോൾ എല്ലാം ഓക്കെ ആയി, ക്ലോട്ടിങ് ഇല്ലെന്ന് പറഞ്ഞു. ഡോക്ടർ തന്നെ അറിയാൻ പറ്റില്ല എന്താ സംഭവിച്ചെന്ന് അറിയാൻ പാടില്ല. അതപ്പോൾ അമ്മ ഈ വിഷയം ഏറ്റെടുത്താൽ, ഞാൻ എപ്പോഴും നിങ്ങളോട് ശാസിക്കുന്നതിൻ്റെ കാരണം, നിങ്ങളിതിൻ്റെ അകത്ത് കാപട്യം കാണിക്കരുത്, ഡയബോളിസം കാണിക്കരുത്. ഇപ്പം എല്ലാ പിശാച് ബാധിതരെക്കുറിച്ച് ആൾക്കാർ വരുമ്പോൾ പറയാം അത് ഡയബോളിക്കാണെന്ന് പറയും. എന്നുവെച്ചാൽ ഒരു വ്യക്തി തന്നെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉണ്ടാകും. സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ദൈവതിരുസ്ഥനത്തിൽ ഇങ്ങനെ വലിയ പഞ്ചപ്പെട്ട് വലിയ വിനയമൊക്കെ നടിച്ച് വലിയ ഭക്തിയും പ്രാർത്ഥനയൊക്കെ ഉണ്ടാകും. അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ അവർ വേറെ ഒരു അവതാരമായിരിക്കും. അത് ഡയബോളിക്കുകൾ നമ്മുടെ ഈ ആൾക്കാരുടെ കൂട്ടത്തിൽ 60% ഈ വിശ്വാസികളുടെ കൂട്ടത്തിൽ 60% ഡയബോളിക്കലുണ്ട്, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. കാര്യം വെച്ചാൽ ദൈവത്തിരുസ്ഥനിധിയിൽ ഒരു തരത്തിൽ ഇങ്ങനെ പാഞ്ചാപ്പെട്ട് വലിയ കാര്യത്തിൽ കണ്ണിരൊക്കെ ഒഴുക്കി ആനകൂനെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് നിൽക്കും. പക്ഷെ അവിടെ യഥാർത്ഥ ജീവിതം വരുമ്പോൾ അവർ തനി കുണം കാണിക്കുകയും. അപ്പോൾ ഇത് രണ്ടും ഒരു സ്വഭാവമായിരിക്കണം. അത് ഭയങ്കര വെല്ലുവിളിയാണ് ഉടമ്പടിയിലാണ്. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. ആ യഥാർത്ഥ നിങ്ങൾ ഒരിക്കലും ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കത്തില്ല മിക്കവാറും. ഇതാണ് ഇതിൻ്റെ അകത്ത് റിസ്ക് എന്ന് പറയണത്. യഥാർത്ഥം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. സ്ഥല ഉടമ്പടി ഉണ്ടായപ്പോഴും ഉടമ്പടി ഉണ്ടായപ്പോഴും കച്ചവടം ചെയ്തപ്പോഴും മറ്റ് കല്യാണം നടത്തിയപ്പോഴും നിങ്ങൾ അവിടെയെല്ലാം ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ മാനദണ്ഡങ്ങളല്ല. നിങ്ങളുടെ സൂത്രപ്പണികളും അടക്കുവിദ്യകളും ചതിപ്രയോഗങ്ങളൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. അതാണ് യഥാർത്ഥം നിങ്ങളെന്ന് പറയണത്. അത് ഉടമ്പടിക്ക് യോഗ്യമായ ആളല്ല. ഉടമ്പടി കുമ്പസാരമെന്ന് പറയണത് ഉടമ്പടിക്ക് പറ്റാത്ത രീതിയിലുള്ള പ്രാകൃതമായ ജനിതകമായ പാരമ്പര്യ രോഗങ്ങളുള്ളവരാണെന്ന് നോക്കണം. പാരമ്പര്യ രോഗം എന്ന് പറഞ്ഞാൽ വാ വിളിച്ചാൽ നുണയെ പറയത്തുള്ളൂ, വാ വിളിച്ചാൽ ചതി ചിന്തിക്കത്തുള്ളൂ, നേരെ പോകേണ്ടതിനാണെങ്കിൽ വളഞ്ഞേ പോകത്തുള്ളൂ. ഒരു മനുഷ്യമായ ഡീലിങ്സിൽ അവനെ എങ്ങനെ കൊടുക്കാം, എനിക്കെന്ത് 10 പൈസ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കത്തുള്ളൂ. അതിന് പാരമ്പര്യ രോഗമെന്ന് പറയണത്. ഈ പാരമ്പര്യ രോഗികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അവർ ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ ഉത്തമ പങ്കാളികളാകാൻ ഞങ്ങളെ ആന്തരിക ജീവിതത്തെയും സമൂഹ ജീവിതത്തെയും ഒരേ രീതിയിൽ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ അമ്മേ പരിശുദ്ധമ്മേ എന്നെ സഹായിക്കണമേ, എന്നെ ഏറ്റെടുക്കണമേ, പുനർനിർമ്മിക്കണമേ. ഈ ടെസ്റ്റില് ശരിക്കും പറഞ്ഞാൽ ഈ അഖിലെന്ന് പറയുന്ന ആള് ഒരു 80-85 മാർക്ക് മേടിച്ച് വിജയിച്ചിരിക്കുന്നത്. എന്താ കാര്യം? കർത്താവിൻ്റെ സ്റ്റാൻഡിലാണ് അവിടെ നിൽക്കുന്നത്, വേറെ ആരും പറയാതെ കേൾക്കാതെ. ആ സ്റ്റാൻഡ് കറക്റ്റ് ചെയ്ത് പോകുമ്പോഴെന്ത് ചെയ്യും? ഇനി കർത്താവ് അവൾക്ക് പുതിയ കുഞ്ഞിനെ കൊടുക്കും. നിങ്ങളെപ്പോഴും ഓർത്തേക്കണം, ഒരിക്കൽ കട്ടായെന്നും പറഞ്ഞ് പ്രാർത്ഥന മുടക്കരുത്. ഒരിക്കൽ എമിഗ്രേഷൻ പോയി, ഒരിക്കൽ ജപ്റ്റ് നടപടിയിൽ വിചാരിച്ച പോലെ കാര്യം നടന്നില്ല, പറമ്പ് വിറ്റില്ല, മകളെ കെട്ടിച്ചില്ല, വീട് വാങ്ങിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ ഒരു അടി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒറ്റ വിഷയം കൊണ്ട് എൻ്റെ മക്കൾ ഒരിക്കലും മനസ്സിടരുത്. മനസ്സിലായില്ലേ? അഖിൽ നിങ്ങൾക്ക് 10, 45, 50 വയസ്സ്, ഈ അഖിലേക്ക് 25 വയസ്സേ ഉള്ളൂ.
ഇതൊക്കെ വിശ്വാസത്തിന് ഐതിഹാസിക രൂപങ്ങളാണ് ശരിക്കും. എനിക്ക് ഓർക്കണം, ഈ പുതിയ തലമുറയെക്കുറിച്ച് എനിക്ക് പലപ്പോഴും പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഉത്കണ്ഠയായിരുന്നു. കാര്യം ഞാനൊക്കെ വളർന്നു വന്ന ഒരു ചുറ്റുപാടിൽ ദൈവത്തിൻ്റെ കൂടെ ജീവിച്ച ആളാണ് ഞാൻ. സെമിനാരി പഠിക്കുമ്പോഴും കളി കഴിഞ്ഞാൽ ആരും വന്നില്ലേലും കുടിക്കുന്നതും അരമണിക്കൂർ ഞാൻ കർത്താവിൻ്റെ അടുത്ത് വന്നിരിക്കും. ചുമ്മാ ഇരുന്ന് വേർപ്പെടാകുന്നവരെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് ഞാൻ കർത്താവിൻ്റെ അടുത്ത് പോയിട്ട് കുളിക്കത്തുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ സമയം രാത്രിയാണെങ്കിലും ഭക്ഷണം കഴിഞ്ഞ് രാത്രി ഉറക്കമുറി പോകണ മുമ്പ് കർത്താവിൻ്റെ അടുത്ത് 1 മണിക്കൂറൊക്കെ പോയി നിൽക്കും. അപ്പം ഞാനോർക്കും ദൈവമേ എല്ലാവരുമൊക്കെ ഇതുപോലെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ. ഇപ്പം ഞാൻ നോക്കുമ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും ഇതുപോലെയല്ല ചെയ്യണത്, ഇതൊക്കെ മേലെയാണ് ആൾക്കാർ. അതാ എനിക്ക് ഭയങ്കര പ്രത്യാശയാണ്. ഈ ചെറുപ്പക്കാരൊക്കെ സത്യസന്ധമായ ജീവിതത്തെ കാണുമ്പോൾ അതിൽ വിശ്വാസത്തിൽ അവർ ജയിക്കണ കാണുമ്പോഴുണ്ടല്ലോ, ഈ പണ്ട് കുറേ പ്രായമായിട്ടാണ് ആൾക്കാർ ആത്മീയതയിലേക്ക് വരണത്. ഇപ്പം അങ്ങനെയില്ല. ഇപ്പം വിദ്യാഭ്യാസം ഉള്ളത് കാരണം വിശ്വാസത്തിലും വിദ്യാഭ്യാസമുണ്ട്. അത് കാരണം അവർക്കറിയാം വിദ്യാഭ്യാസം ചുമ്മാ പ്രാർത്ഥന ചെയ്യൽ ദൈവത്തെ പറ്റിക്കാനും എന്തെങ്കിലും വയറ്റിപ്പിഴപ്പ് മേടിച്ചെടുക്കാൻ വേണ്ടിയുള്ള മിനിമം പരിപാടിയല്ല. വിശ്വാസം ജീവിക്കാനുള്ളതാണ്, വിശ്വാസം സുവിശേഷ സാക്ഷ്യത്തിനുള്ളതാണെന്നൊക്കെ വിവരമുള്ളവർക്ക് ഇപ്പോൾ അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഈ 10-60 വയസ്സായിട്ട് ഒരു കുഞ്ഞിനെപ്പോലും വിശ്വാസം കൈമാറാൻ കഴിഞ്ഞില്ലല്ലോ. പിന്നെ നീ വിശ്വാസിയാണെന്നൊരു വല്ല കാര്യമുണ്ട്. ഇപ്പം നമ്മുടെ അപ്പന്മാരെ കുറിച്ച് എനിക്ക് ഭയങ്കര സങ്കടം വരും. അപ്പോൾ അവർ 10, 60, 65 വയസ്സൊക്കെ ഉണ്ട്. ഒരു മനുഷ്യനെപ്പോലും കർത്താവിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഒരു വ്യർത്ഥ ജീവിതം. ആ വ്യർത്ഥ ജീവിതം കുറച്ച് കഴിയുമ്പോൾ അവർ മരിച്ചും പോകും, തീർന്നു. ആ ജന്മം പാഴായി. പക്ഷേ ഇങ്ങനെയല്ല ഇന്നിങ്ങനെ ഉടമ്പടി വരുന്നവർ ആയിരക്കണക്കിന് ആൾക്കാരെയാണ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ വീശിക്കൊണ്ട് പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതിനുശേഷം ഇവർ ഈ അഖില കർണാടകയിൽ പോയി. ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യണത്. അപ്പോൾ അവൾ കർണാടകയിൽ ചെന്നപ്പോൾ എന്താ ചെയ്യണം വെച്ചാൽ ജോലി വേണം, ആളിന് ജോലി വേണം. അപ്പോൾ കർണാടകയിൽ ചെന്ന് അവരുടെ വീടിൻ്റെ അടുത്ത് ഒരു സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ തൻ്റെ സിവിയും കൊണ്ട് ഒറ്റ പ്രാവശ്യമേ പോയുള്ളൂ. ചെറിയൊരു ഇൻ്റർവ്യൂ. അപ്പോൾ തന്നെ അവിടെ ജോലി കിട്ടി. അതാണ് വിഷയം. അതായത് നമ്മളൊരു ടെസ്റ്റ് ജയിച്ചിട്ടാണ് പോണത്. പിന്നെ ദൈവം അങ്ങ് നമ്മളെ വിശ്വസിക്കുകയാണ്. അതാണ് വിഷയം. നമ്മളിപ്പോൾ ആ സ്കൂളിൽ തന്നെ എന്തുമാത്രം അപേക്ഷ കിടപ്പുണ്ട്. പക്ഷെ മാതാവിൻ്റെ ആൾ ചെല്ലുമ്പോൾ മക്കളൊരു മാറിക്കൊടുക്കും. അതാണ് വിഷയം. നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യണത്. നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരാളാണെന്ന് ദൈവത്തിന് തോന്നിയാൽ മെറിറ്റിലേക്ക് വർക്ക് യോഗ്യതയിലേ വർക്ക് ചെയ്യത്തുള്ളൂ. ഇവരുടെ യോഗ്യത എന്താ? ഇവരെക്കാൾ സീനിയർ എന്തുമാത്രം ആപ്ലിക്കേഷൻ അവിടെ കിടപ്പുണ്ട്. വലിയ നല്ല സ്കൂളാണ്. ഇവൾക്ക് അവിടെ പഠിപ്പിക്കാൻ കിട്ടി. കാര്യം ഇതിൻ്റെ രസമുണ്ട്. ഇവൾക്ക് മാത്രമേ കർണാടക ഭാഷ അറിയാൻ പാടുള്ളൂ. അറിയത്തില്ല. ബാക്കി എല്ലാ ടീച്ചർമാർക്കും കർണാടക അറിയാം. ഇംഗ്ലീഷാണ് പഠിപ്പിക്കണത്. ഇംഗ്ലീഷ് പഠിപ്പിച്ചാലും ശരി, എന്താ ചെയ്യണം, കുഞ്ഞുങ്ങൾക്ക് കാര്യം മനസ്സിലാകണമെങ്കിൽ കർണാടക ഭാഷ പറഞ്ഞു കൊടുക്കണം. എന്നാലല്ല കുഞ്ഞുങ്ങൾക്ക് കാര്യം മനസ്സിലാകത്തുള്ളൂ. പക്ഷേ എന്നിട്ടും ഇവൾക്ക് ജോലി കിട്ടി. ജോലി കിട്ടണമല്ല വിഷയം. ദൈവം നമ്മളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത ഏറ്റെടുപ്പായിരിക്കും. എൻ്റെ മക്കളെ, എന്താണ് ഉടമ്പടിയിലെ റിസ്ക് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ദൈവം ഏറ്റെടുക്കണം. അതിന് വേണ്ടത് ദൈവം ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരാളായിട്ട് നീ ദൈവത്തിന് തോന്നണം. ഇപ്പോൾ ഇവളെ കണ്ട അവിടെ നിലപാട് കൊണ്ടാണ്. കർണാടക സ്കൂളിൽ ആ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ശമ്പളത്തിലാണ് അമ്മ അവളെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതോർക്കണം. ഇന്നലെ വന്ന ആൾ ഒറ്റ ഇൻ്റർവ്യൂവിൽ ആ സ്കൂളിൽ ഏറ്റവും നല്ല ശമ്പളത്തിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇൻഡാസ് വരും, പക്ഷെ അമ്മ കൂടെ ഉണ്ടാവും. ഇൻഡാസ് എന്താ വന്നിരിക്കണതെന്ന് വെച്ചാൽ ആ സ്കൂളിൽ പിന്നീട് ജോലിക്കയറ്റം വേണമെന്നുണ്ടെങ്കിൽ PTA മുമ്പിലും പൊതുജനത്തിൻ്റെ മുമ്പിലും റിവ്യൂ ക്ലാസ് ഉണ്ട്. റിവ്യൂ ക്ലാസ് എടുത്ത് അവരെ നാട്ടുകാരെ കേൾപ്പിക്കണം, അവരുടെ മാതാപിതാക്കന്മാരെ. അങ്ങനെ നമ്മുടെ സ്കൂളുണ്ടെന്ന് അറിയത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവർ നമ്മൾ കാശ് മുടക്കിയല്ലേ സ്കൂളിൽ പഠിപ്പിക്കണത്.
അപ്പോൾ ആ മാതാപിതാക്കന്മാരെല്ലാം കൂടി വരും. എന്നിട്ട് ഒരു ക്യാമ്പയിനിൽ ഇരുന്നിട്ട് ഈ ടീച്ചർ, അവിടെ മക്കളെ പഠിപ്പിക്കുന്ന ടീച്ചർ അവർക്ക് ക്ലാസ് എടുക്കണം. എന്നിട്ട് മാതാപിതാക്കന്മാർ ഇവർക്ക് മാർക്കിടും. ആ മാർക്ക് കിട്ടിയാൽ മാത്രമേ ഇവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ദൈവമേ, കേരളത്തെക്കാൾ ഇപ്പോൾ കർണാടകയൊക്കെ വളർന്നെന്ന് തോന്നണേ. എനിക്ക് കാര്യങ്ങളെപ്പോഴും പോയിട്ടില്ലേ. അപ്പോൾ റിവ്യൂ ക്ലാസ് വന്നപ്പോൾ അവൾ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഇവളുടെ ഒരു പ്രശ്നമുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ്സുകൾ ഉന്നതമായ മാർക്ക് കിട്ടാൻ വേണ്ടി ആ സ്കൂളിലുള്ള ഹെഡ് മാസ്റ്ററും സ്റ്റാഫും നിയമമുണ്ടായി, ഞായറാഴ്ച ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞ്, സ്പെഷ്യൽ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു, ഞായറാഴ്ച സ്പെഷ്യൽ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അഖില പറഞ്ഞു, സാർ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവിടെയാണ് വിഷയം, അതാണ് വിഷയം. സാർ എനിക്ക് പറ്റത്തില്ല, ഞായറാഴ്ച ഞാൻ പ്രാർത്ഥിക്കുന്ന ദിവസമാണ്, അത് കർത്താവിൻ്റെ ദിവസമാണ്, ഞാൻ ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല, ഞാൻ വേണമെങ്കിൽ നൈറ്റ് എടുക്കാം, ശനിയാഴ്ച നൈറ്റ് വരെ എടുക്കാമെന്ന് പറഞ്ഞു. ഇവിടെ ക്ലാസ് ഈ പാരൻസ് നല്ലതാണെന്ന് പറഞ്ഞ് ഇതിനിടയ്ക്ക് റിവ്യൂ ക്ലാസ്സിൽ ഇവർക്ക് നല്ല മാർക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ ആ ഒരു പോയിൻ്റുള്ളത് കാരണം ഇവർ പറഞ്ഞു, എന്നാൽ നീ മാത്രം ഞായറാഴ്ച വരണ്ടെന്ന് പറഞ്ഞു. ഇത് ടെസ്റ്റാണേ. നമ്മൾ ഞായറാഴ്ച ക്ലാസ് എടുക്കുമോ എന്ന് കർത്താവ് നോക്കിയിരിക്കുകയാണ്. ഒരു ടെസ്റ്റ് കഴിയുമ്പോൾ അടുത്ത ടെസ്റ്റ് വരെ കണ്ട ഈ നമ്മളെ വ്യാജമായ അഭിനയമാണെങ്കിൽ ഇപ്പം ഞാൻ ക്ലാസ് എടുത്തോളാം സാറേ, എനിക്ക് ഞായറാഴ്ച അല്ല വലുത്, എൻ്റെ ജോലിയാണ് വലുതെന്ന് പറയും. അതാണ് വിഷയം. എല്ലാവരും അത് ഒരു ടെസ്റ്റിൽ അഭ്യാസം കൊണ്ട് ജയിച്ചാൽ അടുത്ത ടെസ്റ്റ് ആ ജയിച്ച് സത്യസന്ധമാണെന്ന് പറയാൻ വേണ്ടി കർത്താവ് അടുത്ത ടെസ്റ്റ് എഴുതും. എന്താ കാര്യം? ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലും എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അത് കൽപ്പനയാണത്. അപ്പോൾ എനിക്ക് പിള്ളേർക്ക് ട്യൂഷൻ കൊടുക്കണം, പിള്ളേർക്ക് സെഷൻ ഫീസ് കൊടുക്കണം, ഞാൻ ജോലിക്ക് പോയില്ല, ആര് പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അണ്ണന്മാരെല്ലാം ഞായറാഴ്ച പണിക്ക് പോകുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോ. നിങ്ങൾ പിന്നീട് മസിൽ പിടിച്ച് ദൈവത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞ് നിങ്ങൾ വന്ന് ഉടമ്പടി എടുക്കരുത്. എൻ്റെ ആവശ്യമില്ലല്ല. നിങ്ങളുടെ വഴിക്ക് പോവുക, ആരും വിളിച്ചേക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചാ? ഞാൻ നിങ്ങൾക്ക് ആർക്കും വക്കീൽ നോട്ടീസ് അയച്ചില്ലല്ലോ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം കർത്താവിൻ്റെ ദിവസമുണ്ട്. അതായത് ആ ദിവസത്തിൽ ഇവിടെ പറഞ്ഞു, സാറേ അത് ഞാൻ വരത്തില്ല, ഞാൻ വേണമെങ്കിൽ ശനിയാഴ്ച രാത്രി വന്ന് സ്പെഷ്യൽ ക്ലാസ് എടുത്തോളാം, എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇവള് കർത്താവിനോട് പറഞ്ഞ്, ഈശോ ഞാൻ നിൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ, എന്ത് ജോലി എന്ന് പറഞ്ഞാലും ശരി, എനിക്ക് നീയാണ് നിൻ്റെ കർത്താവ് ദൈവം, ഞാനാകുന്നു, ഞാനില്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. അതാണ് ആ ഒരു നിലനിൽക്കുകയാണ്. അപ്പോഴെന്നാ പറ്റുക വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം ഇനി വരാൻ പോണത് മറ്റ് ഞായറാഴ്ച ക്ലാസ് എടുത്ത ആൾക്കാർ ഇപ്പം നമ്മൾ കർത്താവിൻ്റെ കൂടെ നിന്നാൽ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും. ഇവിടെ ഞായറാഴ്ച ഇവർക്ക് ലീവ് കൊടുത്ത് നീ ഞായറാഴ്ച വരണ്ടെന്ന് അവർ പറഞ്ഞ്, കാരണം റിവ്യൂ ക്ലാസ്സിൽ നിനക്ക് വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് നീ വരണ്ടെന്ന് പറഞ്ഞു. ഇവളുടെ പ്രശ്നം എന്താ? ഈ സ്പെഷ്യൽ ക്ലാസ്സുള്ള കുഞ്ഞുങ്ങൾ, ഞായറാഴ്ച ക്ലാസ് എടുത്ത കുഞ്ഞുങ്ങൾ മറ്റ് ക്ലാസ്സുകളിലെല്ലാം നല്ല ശതമാനം മേടിക്കുകയും ഇവിടെ ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് ശതമാനം കുറഞ്ഞു പോയാൽ ഇവിടെ പുറത്താവും, സംശയമില്ലല്ലോ. ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ആര് ചെയ്യണം? ഇവിടെ നമ്മൾ വിശ്വസിച്ച് ദൈവം തന്നെ ചെയ്യണം. ദൈവം ഒന്നൊന്നര ചെയ്ത് ഞായറാഴ്ച ക്ലാസ്സിൽ കഴിഞ്ഞ് ഇവളുടെ കുഞ്ഞുങ്ങൾ മാത്രം 100% ജയിച്ച്. അതായത് ഇത് വിശ്വാസ ജീവിതമാണെന്ന്, എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് വരണത്? ഇത് വിശ്വാസ ജീവിതമാണെന്ന് ദൈവം തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുകയും വിശ്വാസത്തിന് വില കൊടുക്കാൻ ഉള്ളവർ മാത്രം നിന്നാൽ മതിയെന്ന് പറയും, അല്ലാത്തവർക്ക് പോകാമെന്നും പറയും. ഈശോ, ഞാൻ അത്രയും പറയണില്ല, ഈശോ അങ്ങനെയാണ് പറയണത്. ഇത് വിശ്വാസ ജീവിതമാണ്. വിശ്വാസത്തിൻ്റെ ഡിമാൻഡ്സ് അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നവർ മാത്രം നിലനിന്നാൽ മതിയെന്നാണ് ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ഈശോ അങ്ങനെ പറയണത്, അല്ലാത്തവർക്ക് പോകാമെന്ന് പറയും. അതാണ് വിഷയം. കാര്യം ലൈഫ് മൊത്തം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ അകത്ത്. അത് കൂതറ വിശ്വാസികളെ പുള്ളി കണ്ടുകൂടാ, അതാണ് വിഷയം. അതായത് ഒരു കുറവ് ഇറച്ചി ആയിട്ട് തൂങ്ങി പിടഞ്ഞു തല്ലി മരിക്കുമ്പോൾ ഒന്നും ബാക്കി വെക്കാതെ നമുക്ക് വേണ്ടി ചിന്തിയവൻ അതുപോലൊരു കമ്മിറ്റ്മെൻറ്റ് നമ്മോട് കാണിക്കുന്നതല്ല. വയറ്റിപ്പഴപ്പിന് വേണ്ടി ഓരോരുത്തരും പറയുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ നിൽക്കുന്ന ആൾക്കാരെ ഐ ഡോണ്ട് വാണ്ട് അങ്ങനെ ഈശോ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് യോഗ്യമല്ലെന്ന്.
എന്നെക്കാളുപരി മാതാപിതാക്കന്മാരെയോ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. മത്തായി 10:37. 10:37. എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ പറയണം മാറി. ഇൻവെസ്റ്റ്മെന്റ് കൂടിപ്പോയി. നിന്റെ അപ്പനെ അമ്മയേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ആയിപ്പോയി. ആ രക്തത്തോട് ഐക്യദാർഢ്യം പുലർത്തുന്നവനാണ് വിശ്വാസി എന്ന് പറയുന്നവൻ. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭക്തിയോടെ എഴുന്നേൽക്കുക. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന
അനേകായിരം മക്കൾക്ക് അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ
ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞു മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇത്രത്തോളം ജയം എന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതേ. നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതേ. ഉച്ചത്തിൽ ചേർന്ന് പാടാം. ഇന്നതല്ല ദൈവം നമ്മെ നേടിയതല്ല ദൈവമെല്ലാം തന്നതേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദം സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദം സ്തുതി. കൈകൾ ഉയർത്തി. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. കൃപാസനത്തിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സമയബന്ധിതമായി എല്ലാം പൂർത്തീകരിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, ആത്മീയ പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുവാനുള്ള ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗസൗഖ്യ പ്രാർത്ഥന ജീവിത ദുരിതങ്ങൾക്കും തടസ്സങ്ങൾക്കെതിരെയുള്ള ദൈവിക ശാസന ആരാധന.
വിശ്വാസത്തോടെ ഭക്തിയോടെ കർത്താവിൻ്റെ മക്കളെല്ലാവരും അനുഗ്രഹിക്കുന്ന സമയമാണ്. നിങ്ങൾ വെളുപ്പിനെ 3 മണിക്കും 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പോകുന്ന ആൾക്കാരാണ്. കർത്താവിനത് അറിയാം. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ഇടത്തിൽ കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കാനാണ് നിങ്ങൾ വന്നത്. കർത്താവ് തന്നെ തിരുമുറുവാർന്ന വലതുകരത്താൽ എൻ്റെ മക്കളുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും നീ ഇപ്പോഴനുഭവിക്കുന്ന കണ്ണീരിൽ നിന്ന് നിനക്ക് വിടു നൽകുന്ന സമയമാണ്. ശ്രുതികട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഈ പാട്ട് തന്നെ നമ്മൾ പാടിക്കൊണ്ടേയിരിക്കുക. ഇപ്പോഴച്ഛൻ നിങ്ങളെ ആശീർവദിക്കുകയാണ് ഈശോയുടെ നാമത്തിൽ. എനിക്ക് വലിയ പ്രതീക്ഷയും സന്തോഷമുണ്ട്. പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്, ഈ മക്കൾ കർത്താവിൻ്റെ അവകാശമോഹരിയുമായ മക്കളാണ്. അവിടെ എന്തു തന്നെ വിഷയങ്ങളായാലും അവരുടെ യോഗ്യതകളെക്കാളുപരി അവരുടെ കണ്ണീരിൻ്റെ ബലം കൊണ്ട് അവരുടെ കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈശോ പറയുന്ന ശ്രുതികടെ ശ്രുതികടെ ഹല്ലേലൂയ 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 ഒരുമിച്ച് പാടുക സ്വരത്തിലെ രോഗമുള്ളിടത്ത് വിശ്വാസത്തിന്റെ കൈകൾ വെക്കുക. ഈ രോഗം നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന് പറഞ്ഞ വചനത്തിലെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ രോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ നാമത്തിൽ ദൈവിക ശാസന പ്രാർത്ഥന നടത്തുന്നത്. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ കൃപാസമർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷയുടെ സ്ഥിരീകരണത്തിനായി 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ മാരക രോഗങ്ങൾ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയോടെ മഹത്വപ്പെടുത്തണമേ. ജോലിയില്ലാത്തവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, ജോലിക്ക് വേണ്ടി ഇപ്പോഴേ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ,
മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി മനസ്സ് കലക്കത്തോടുകൂടി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവരെ, എന്ത് പഠിപ്പിക്കണം എന്നറിയാൻ പാടില്ലാതെ കുഴയുന്നവരെ, അവർക്കെല്ലാം ഈ ആഴ്ചയിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയെ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. നിങ്ങൾ പരിശുദ്ധ അമ്മയുമായി ഉടമ്പടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോള് സാക്ഷ്യം പറയണത് ഇങ്ങനെയാണ്: അമ്മേ, ഞാൻ കാനഡയിൽ ഒറ്റക്കാണ്, എനിക്ക് ജോലിയില്ല, എനിക്ക് ഉടമ്പടി മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ ഉടമ്പടി അമ്മയും അവളും ചെന്നപ്പോൾ എടുത്ത ഉടമ്പടിയെക്കുറിച്ച് അവൾക്ക് ഭയങ്കര ബോധ്യമാണ്. പിന്നെ അവളുടെ ജീവിതം ഇങ്ങനെ മാറി മറിയണതും അമ്മ അവളെ ഒരേ സ്ഥലത്ത് കൂട്ടിക്കൊണ്ടു പോകണ കണ്ട കണ്ണ് നിറഞ്ഞു പോയി. അതൊന്നും പറയാൻ നമുക്കിവിടെ ഇന്ന് സമയമില്ല, ഞാൻ ഒരിക്കലത് പറയാം. എങ്കിലും ആ സാക്ഷ്യമൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ സാക്ഷ്യത്തിലതുണ്ട്, സൂപ്പർ സാക്ഷ്യം. അവർക്ക് എടുക്കുന്ന നിലപാടുകളാണ്. വിശ്വാസം ഒരു നിലപാടാണ്, മറിയം ഒരു നിലപാടാണ്. നിനക്കില്ല, അവർക്ക് വീഞ്ഞില്ല, അവർക്ക് അപമാനം വരാൻ പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാർമേഘങ്ങൾ, ജീവിതം ഡാർക്കാകാൻ പോകുന്നു എന്നാണ് അമ്മ കാനായിലെ കല്യാണത്തിൽ ഈശോയോട് പറഞ്ഞത്. അവർക്ക് വീഞ്ഞില്ല, അവരുടെ ജീവിതം മറ്റു മനുഷ്യരുടെ മുമ്പിൽ അപമാനിക്കപ്പെടാൻ പോകുന്നു, അവർ ഡാർക്കാകാൻ പോകുന്നു. അപ്പോഴാണ് കർത്താവ് തൻ്റെ കൈകൾ നീട്ടിയത്. മറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ ആ കൈകൾ ദൈവപൈതലേ ഇപ്പോഴ് നിന്റെ ജീവിതത്തിൻ്റെ മേലെ ഉയരുന്നു. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. കർത്താവേ, ജോലിയില്ലാത്തവര്, ജപ്തി നടപടി നേടുന്നവര്, കുടുംബ വഴക്കിലകപ്പെട്ടവര്, ഭാര്യഭർത്തക്കന്മാർ തമ്മിൽ ഭിന്നിച്ചിരിക്കുന്നവര്, കേസിലായവര്, കർത്താവ് മക്കളില്ലാത്തവര്, വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, ജപ്തി നടപടി നേടുന്നവര്, സാമ്പത്തിക ബാധ്യതയുള്ളവര്, പലതരത്തിലുള്ള വിഷമത അനുഭവിക്കുന്ന മാർഗരോഗങ്ങള്, തീരാവേദനകള്, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഉടമ്പടിയിൽ ഇരിക്കുന്നവർ അച്ഛനെ കാണാൻ രാവിലെ എല്ലാ ദിവസവും അച്ഛൻ ആൾക്കാരെ കാണുന്നുണ്ട്. എങ്കിലും നിങ്ങൾ ഈ ആഴ്ച ഒരു ദിവസം അച്ഛനില്ല. അപ്പോൾ നിങ്ങൾ ഓഫീസിൽ വിളിച്ച് ചോദിക്കണം. എല്ലാ ദിവസവും ഇല്ല, ബുധനാഴ്ചയാണ് ഇത്തിരി ചെറിയ പ്രശ്നമുള്ളത്. അപ്പോൾ നിങ്ങൾ ഓഫീസിൽ വിളിച്ച് ചോദിക്കണം, അച്ഛൻ ബുധനാഴ്ച ഉണ്ടാകുമോ ഇല്ലയെന്ന് ചോദിക്കും. ബാക്കി എല്ലാ ദിവസങ്ങളിലും ഉണ്ട്, ഒരു പ്രശ്നമില്ല. വ്യാഴാഴ്ചയും ഞായറാഴ്ചയും അച്ഛൻ ആൾക്കാർ കാണുന്ന ദിവസമല്ല, നിങ്ങൾക്കറിയാം. ബാക്കി എല്ലാ ദിവസവും തിങ്കൾ, ചൊവ്വ, ബുധൻ, ഈ ബുധനാഴ്ച മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കി വെള്ളി, ശനി എല്ലാ ദിവസവും അച്ഛനുണ്ട്. മൗനമായി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദം. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും അങ്ങേക്ക് ആരാധന. ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ. അറിയിപ്പുകളാണ് ഈ സമയം നൽകുന്നത്. കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 10:30 ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും ഉച്ചകഴിഞ്ഞ് 1:30 ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും രണ്ടാം ചൊവ്വാഴ്ചകളിൽ തമിഴ് മരിയൻ ഉടമ്പടി ക്ലാസ്സും രാവിലെ 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന യുവതികൾ, +2 ഡിഗ്രി പാസ്സായ കുട്ടികൾ 82 81 29 75 11 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അതുമല്ലെങ്കിൽ apparitionmissionaries@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. കൃപാസനം പത്രം 23 ഭാഷകളിൽ ലഭ്യമാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏത് ഭാഷ കൊടുത്താൽ ദൈവജനത്തിന് ഏറ്റവും പ്രയോജനകരമാകും എന്നുള്ള ഭാഷകളാണ് ഉടമ്പടി എടുക്കുന്ന സഹോദരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു.